ഹായ് ഹലോ നമസ്കാരം. ഞാൻ സുനിത ദേവദാസ്. ഇന്ന് നമ്മളുടെ അതിഥി മേരി സിൽസോസയാണ്. ഹലോ ഗൈസ്. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്. യു കെ എങ്ങനെയുണ്ട്, യു കെ അടിപൊളിയാണ്, യു കെ വന്നാൽ ജോലി കിട്ടുക. ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻടേക്കിൽ ഇങ്ങോട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പൊ മൂക്കിന് ഇടി കൊള്ളോന്ന് അങ്ങോട്ട് നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ ലാഭമാണ് ഗൈസ്. യു കെ വന്നിട്ട് 15ാമത്തെ വീട് മാറാൻ പോണെയാണ്. നിങ്ങൾ ആരെങ്കിലും യു കെയിലേക്കോ കാനഡയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ വന്നിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഭയങ്കര ക്രൂരമായ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വിദേശത്തൊക്കെ പോയി എന്നിട്ട് ഞങ്ങൾ വരണ്ട എന്നുള്ള ഒരു ആംഗിളിലുള്ള സംസാരമാണോ എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ വന്നോ, ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും വന്നോ, പക്ഷെ റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം വരേണ്ടത്. അപ്പോൾ മേരി സിൽസോസയാണെങ്കിൽ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. യു കെയിലാണ്. യു കെയിൽ വന്ന് ജീവിച്ച് പഠിച്ചു. ആ എക്സ്പീരിയൻസ് നിങ്ങളോട് കുറച്ച് ഷെയർ ചെയ്യാണ്. യു കെയിൽ ഏത് കൊല്ലാ പഠിക്കാൻ വരുന്നത്? ഞാൻ 2022 സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ഇൻടേക്കിൽ തന്നെ മെയിൻ നല്ല കോളേജിലാണ് അപ്പൊ വന്നേ അല്ലേ? നല്ല കോഴ്സ്, നല്ല യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് എടുത്താ വന്നേ. ഓക്കെ, എന്ത് കോഴ്സ്? യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ലെസ്റ്ററിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നത്. എന്ത് കോഴ്സ് പഠിക്കാനാ വന്നേ? ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് മാസ്റ്റേഴ്സ്. പോരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുന്നതിനെ പറ്റി കേട്ട കഥകൾ എന്തൊക്കെയായിരുന്നു? സത്യം പറയല്ല, ഞാൻ ഒരു കഥയും കേട്ടില്ല. ഞാൻ ആകെ കേട്ടത് യു കെ അടിപൊളിയാണ്, പോവാ, രക്ഷപ്പെടാ, ഇത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആരും എന്നോട് നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. സീരിയസ്ലി എന്നോട് ആരും പറഞ്ഞിട്ടില്ല അവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ കേൾക്കണത് യു കെ പോയാ നമ്മൾ രക്ഷപ്പെടും. പിന്നെ ഞാനൊരു ഒരു ആവറേജ് വീട്ടിൽ നിന്ന് വന്നതാ. അപ്പൊ നമുക്ക് ബാക്കപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മള് വിചാരിക്കണ ഡിഗ്രി കഴിഞ്ഞാല് നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്താണ്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോവാണ്ട് പഠിച്ചിട്ടുള്ള ഒരാളാ. എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കും, വേറെ അടുത്തുള്ള കോളേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പുറത്തു പോയി പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ഒരു എക്സൈറ്റ്മെന്റ്, എന്നാ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഓക്കെ രക്ഷപ്പെടാമല്ലോ എന്നുള്ള മൈൻഡ്സിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പോണേ എന്ന് പറഞ്ഞ് വീട്ടില് പറഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ചേട്ടനുണ്ട്, ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ. ശരിക്കും പൊതുവേ ആണുങ്ങള് വീട്ടിലുള്ളവര് പറയാ വേണ്ട അവര് ഫസ്റ്റ് പോട്ടെ, അങ്ങനെയാണ്. പക്ഷെ എന്റെ ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ ഫസ്റ്റ്, നീ പൊക്കോ. കാരണം എന്റെ ചേട്ടനത് താല്പര്യമില്ലാത്തതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, നീ പോയി എന്താന്ന് വെച്ചാൽ പഠിക്കേ എന്തിനു വേണം ചെയ്തോളൂ. അപ്പൊ ഞാൻ ഓക്കെ. അങ്ങനെ ഞങ്ങള് ഒരു ഏജൻസി പോയി കണ്ട് അവര് കുറെ ഹെൽപ്പ് ചെയ്തിട്ടാ. അവര് കുറെ ഹെൽപ്പ് ചെയ്ത്, പക്ഷെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, പോസിറ്റീവ് സൈഡ് മാത്രം. അപ്പൊ നമ്മളത് മാത്രം കേട്ട് രക്ഷപ്പെടാനായിട്ട് യു കെയിലോട്ട് കയറി വന്നത്. പൈസ ഒക്കെ ഉണ്ടായിരുന്നോ? യു കെയിലേക്ക് വരാൻ ആവശ്യമായ പൈസ അപ്പന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ലോൺ എടുത്തു. ഞാൻ വീടും സ്ഥലവും വെച്ചു ലോൺ എടുത്തു. ഡാഡിനോടും മമ്മിനോടും പറഞ്ഞപ്പോ ഡാഡിയും മമ്മിയും പറഞ്ഞു നിന്റെ ആഗ്രഹമല്ലേ, എന്നാ പിന്നെ നടക്കട്ടെ. അങ്ങനെ ഒരു സാക്രിഫൈസ് ഞാൻ പറയുള്ളൂ. അവരെനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് വീട് ലോൺ എടുത്ത് നമ്മൾ പൈസ കൊണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇപ്പൊ സമാധാനായി. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ എന്തായിരുന്നു അവസ്ഥ യു കെയില്? എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ നല്ല തണുപ്പുണ്ടായി. അവിടുന്ന് താമസം ഞാൻ ഈ തണുപ്പും ഇത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിലല്ലേ ആദ്യമായിട്ടല്ലേ? അപ്പൊ മഞ്ഞ് കാണാൻ വേണ്ടി. അല്ല, സെപ്റ്റംബറിൽ അത്ര വലിയ തണുപ്പില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് കുറച്ച് തണുപ്പ് പോലും പ്രശ്നമാണ്, വരും പ്രശ്നമാണ്. ഞാൻ മറ്റേ മഞ്ഞ് കാണാനുള്ള സന്തോഷത്തില് മണാലി പോയാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്. എന്നിട്ട് താമസം എങ്ങനെയായിരുന്നു? യു കെ ചെന്നിറങ്ങിയിട്ട് എങ്ങനെയാ ഒരു താമസം കണ്ടുപിടിക്കാൻ പറ്റിയേ? താമസം നമുക്ക് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്ന് വെച്ചാൽ മലയാളി ഗ്രൂപ്പ്. ഞാൻ എങ്ങനെയോ ആഡ് ആയി ആ ഗ്രൂപ്പില്. അതിൽ ആഡ് ആയി കഴിഞ്ഞ് അതിൽ നിന്ന് കുറെ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കണ്ടുപിടിച്ച് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിയായി. അങ്ങനെ അതിലുള്ള കുട്ടികൾ പറഞ്ഞ് നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് വീടെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 10 പിള്ളേരുള്ള ഒരു വീട്ടിലോട്ട് വന്നു. അയ്യോ, ഇപ്പഴേ എനിക്ക് ഓർമ്മയുണ്ട് 10 പേരുള്ള വീട്ടില്. അപ്പൊ അവിടെ അതിന് എത്ര റൂമുള്ള വീടായിരുന്നു? ചെറിയ ബേസ്മെന്റ് ആയിരുന്നോ അതോ വലിയൊരു വീടോ? എത്ര റൂം? 5 മുറി എന്തോ 5 മുറി ഉണ്ടായിരുന്ന എനിക്ക് അത്ര ഓർമ്മയില്ല. ഒരു റൂമിൽ 2 പേര് വെച്ചെന്തതായിരുന്നു. പിന്നെ 4 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ആണുങ്ങളായിരുന്നു. അയ്യോ, എന്നിട്ട് ഒരു 4 മാസം കൊണ്ട് അവിടെ നിന്ന് മാറി കേട്ടോ, മതിയായി. അങ്ങനെ മാറി വേറൊരു വീട്ടില് 4 മുറിയൊക്കെ ആയിട്ട് 2 ആൺപിള്ളേരും ഞാനും വേറെ പെൺകുട്ടിയും കൂടി ഒരു വീട്ടിലോട്ട് സ്വന്തം മുറിയൊക്കെ ആയിട്ട് മാറി.
അങ്ങനെ തുടങ്ങി കാര്യങ്ങള്. എന്നിട്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റിയോ അതോ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റിയില്ലേ ആ അതോ പിന്നെയും അതിനി വീട്ടിൽ നിന്ന് അടുത്തത് പൈസ അയക്കേണ്ടി വന്നോ എവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ജോലി കിട്ടാൻ പോണേയുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ജോലി കിട്ടാൻ സെറ്റാണ്, ജോലി കിട്ടും, പുറത്തിറങ്ങാം, നടക്കാം, ജോലി അന്വേഷിക്കാം. പക്ഷെ നമുക്ക് BRP കാർഡ് കിട്ടിയാലേ NI ജോബ് ചെയ്യാൻ പറ്റുള്ളൂ, ലീഗലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ BRP കാർഡ് വന്നിട്ടില്ല. പക്ഷെ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാം. ബാങ്കിൽ ചെന്ന് എന്താണ് ഫസ്റ്റ് നമ്മൾ റെവല്യൂട്ട് എന്ന് പറഞ്ഞ ഈ മൊബൈൽ ബാങ്കിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അല്ലാണ്ടുള്ള ബാങ്കിൽ നേരെ ചെന്ന് ഒരു അക്കൗണ്ട് എടുക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെല്ലാന്ന് പറഞ്ഞുകൊണ്ട് ലോയിഡ്സ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൽ ചെന്ന് ഞാൻ ഫസ്റ്റ് പ്രശ്നം ഉണ്ടല്ലോ, BRP കിട്ടി കഴിഞ്ഞ് ബാങ്കിൽ ചെന്നു. അപ്പൊ എനിക്ക് റെന്റ് അടക്കാൻ പൈസ വേണം വീട്ടിൽ നിന്ന്. അതിനാണ് സത്യത്തിൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഓക്കെ എല്ലാം റെഡിയാണ്, നമ്മ വീട്ടിലോട്ട് കാർഡ് അയക്കാ പറഞ്ഞു. അങ്ങനെ കാർഡ് അയച്ചു വീട്ടിലോട്ട്. അപ്പൊ ഒരു കാർഡിന് പകരം 2 ATM കാർഡ് വന്നു. ഞാനപ്പൊ ഇത് ചോദിക്കാനായിട്ട് ബാങ്കിൽ ചെന്നു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ATM കാർഡ് കിട്ടി, ഏതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചു. എടുത്തായിരിക്കും ഇവരെന്നോട് പറയാ നീ ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ലോയിഡ്സിൽ നിനക്ക് ബാങ്ക് അക്കൗണ്ട് വരാൻ പറ്റൂല. കാരണം ലൈക്ക് എന്തോ ഡീറ്റെയിൽസ് നോക്കിയപ്പോ അത് ശരിയല്ല, തെറ്റാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ 2 കാർഡ് അതുകൊണ്ടാണ് പ്രശ്നം, നിനക്ക് 2 കാർഡ് കിട്ടി. ഞാൻ പറഞ്ഞു ഇതെന്താണ് എനിക്ക് മനസ്സിലാവില്ല, നമ്മൾ ആദ്യമായിട്ട് വന്നേക്കണേണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പൈസ അയക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് വെച്ചാൽ ലോണിൽ നിന്ന് ലിവിങ് എക്സ്പെൻസ് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിന് ഇവിടെ ബാങ്ക് അക്കൗണ്ട് വേണം, നടക്കണില്ല. ലാസ്റ്റ് ലൈക്ക് മമ്മിയുടെ കസിൻ ആരോ വഴി, അങ്ങനെ റിലേറ്റീവ് ആരോ വഴി പൈസ എത്തിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് റെന്റ് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ബാങ്ക് അക്കൗണ്ട്, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ തന്നിട്ടോ. അതെന്ത് പ്രശ്നമെന്നൊന്നും സത്യത്തിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല. നമ്മൾ ആദ്യമായിട്ട് വന്നോണ്ട് എനിക്കൊന്നും മനസ്സിലാവണം ഉണ്ടായിരുന്നില്ല, അതിന്റെ പ്രശ്നമാണ്. പിന്നെ പാർട്ട് ടൈം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഷ്ടപ്പെട്ട് BRP കിട്ടിയിട്ടും വർക്ക് കിട്ടണ്ടായില്ല. ഈ ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് കിട്ടാൻ ഭയങ്കര പാടാ. അവിടെ കൂടുതലും എന്താണ് ഹോം കെയർ ഹോം അല്ല, ഹോം കെയർ അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ റെസ്റ്റോറന്റും കാര്യങ്ങളും അവിടെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. സത്യം പറഞ്ഞ ഈ ലെസ്റ്ററിൽ ഒരു സൈഡ് ഇന്ത്യ പോലെ. ഞാൻ കാണാറുണ്ട് ലെസ്റ്ററിന്നല്ലേ നമ്മൾ കുറെ വാർത്തകളൊക്കെ ഇന്ത്യക്കാരുടെ കുറെ ആഘോഷങ്ങളുടെ ഒക്കെ വലിയ വാർത്തയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ ദീപാവലിയില്ലേ അതിന്റെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടേക്കണം. അപ്പൊ ഞാൻ ഇതിപ്പോ UK വന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ ആയി. കോളേജും അങ്ങനെയായിരുന്നോ? ഇന്ത്യക്കാർ കൂടുതലുള്ളായിരുന്നോ കോളേജ്? കോളേജില് നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു, പക്ഷെ കോളേജ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജ്. മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറെ. ആ ഇന്ത്യയിൽ കുറെ പിള്ളേർ വന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ എല്ലാവരോടും കമ്പനിയാവും, പെട്ടെന്ന് കമ്പനിയാണ് കൂട്ടത്തില്ല. അപ്പൊ അങ്ങനെ കുറെ കൂട്ടുകാരും ഫ്രണ്ട്സും അങ്ങനെ അടിപൊളിയായിരുന്നു, കോളേജ് അടിപൊളിയായിരുന്നു. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പോവേണ്ടി വന്നില്ല. ഞാൻ വന്ന സമയത്ത് കൊറോണ ആയിരുന്നു, അപ്പൊ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ പോയാൽ മതി, എപ്പോഴും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണ് ലൈക്ക് അങ്ങനെ ആരെങ്കിലും ചെന്നൊന്ന് ടാപ്പ് ചെയ്താല് അറ്റൻഡൻസ് കിട്ടും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പൊ എല്ലാരും അതൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ നടക്കൊന്നുമില്ല. അതൊക്കെ മാറി, സിറ്റുവേഷൻ വളരെയധികം. അപ്പൊ ഈ പാർട്ട് ടൈം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴാ ചെയ്യാ? സാറ്റർഡേ സൺഡേയോ? അല്ല, സത്യം പറഞ്ഞാല് ആദ്യം കിട്ടിയ ജോലി ഒരു റെസ്റ്റോറന്റില് കിച്ചൺ ബോട്ടർ ആയിരുന്നു, മറ്റേ പാത്രം കഴുകാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു കണ്ടൊരു അങ്കിള് വർക്ക് വന്നതാ. പക്ഷെ അത് ഇത്തിരി വിഷയമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്താണ് കുറെ പ്രശ്നങ്ങൾ ആ റെസ്റ്റോറന്റിലെ ആൾക്കാര് നമ്മൾ വിചാരിക്കണ പോലത്തെ ആൾക്കാരല്ല. അവരുടെ പെരുമാറ്റം, നമ്മളോടുള്ള പെരുമാറ്റം അത്ര നല്ലായിരുന്നില്ല. 2-3 ദിവസമൊക്കെ നമ്മൾ നല്ലവരാണ് എന്ന് വിചാരിക്കണവര് നല്ലവരാവണമെന്നില്ല. അതെനിക്ക് അപ്പൊ മനസ്സിലായി സത്യത്തില്. കാരണം അവിടുത്തെ ഷെഫായിരുന്നു, എല്ലാം പ്രാർത്ഥിക്കണ ഒരാള്. ഞാൻ കൺമുമ്പിൽ നിന്ന് കാണാ പുള്ളി എന്റെ ഇപ്പുറത്തുനിന്നാ പ്രാർത്ഥിക്കണേ. അത് കണ്ടിട്ട് പുള്ളി എന്നോട് ചെയ്ത് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ ഫുഡൊക്കെ കൊണ്ടുവന്നരും, നല്ല നല്ല ഫുഡുകളൊക്കെ കൊണ്ടുവന്നരും. അപ്പൊ ഞാൻ എന്താണ്, പിന്നെ ഭയങ്കര കമ്പനി. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആ ജോലി നിർത്തി, ഫസ്റ്റ് ജോലി നിർത്തി. അങ്ങനെ സത്യം പറഞ്ഞ കുറെ ജോലിക്ക് പോയിട്ടാ.
പോയി അപ്പൊ 20 മണിക്കൂർ എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നോ പാർട്ട് ടൈം ജോലിക്ക്? അതോ ഇല്ലേ? 20 മണിക്കൂറിനുള്ള ലിമിറ്റ് ഉണ്ട്. ഉണ്ട്. സത്യമാണ് 20 മണിക്കൂറിനുള്ള പക്ഷെ ലിമിറ്റ് ഉണ്ട്. അധികം ഏജൻസികളും ആളുകൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് പോകുന്നവരോട് പറയാം അതൊക്കെ പ്രശ്നമല്ല, നിങ്ങൾക്ക് കയ്യിൽ പൈസ വാങ്ങുന്ന ജോലി ചെയ്യാം, ജോലി 2-3 ജോലി ചെയ്യാം, അത് ഒരു പ്രശ്നമാവില്ല എന്ന് പറയും. ശരിക്കും പ്രശ്നമാണ് 20 മണിക്കൂറേ കറക്റ്റ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാല് ഇതെല്ലാം ഭാഗ്യം പോലെയാണ്. ഉം. ഉം. പക്ഷെ 20 മണിക്കൂറിനേലും കൂടുതൽ ജോലി എടുക്കാണ്ടിരിക്ക, ഉം. അതെനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണ്, പണി കിട്ടിയവരുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കറിയാൻ പാടില്ല. ഉണ്ടാവും, എനിക്കറിയണ ആൾക്കാരുണ്ട്, ഉം. ഞാനുണ്ട്. ഉം. എനിക്ക് കിട്ടിയതാ, എനിക്ക് പ്രശ്നമായതാ, അതെനിക്ക് 100% അറിയാം. എനിക്ക് പ്രശ്നമായി. ഞാൻ ഒരു സോളിസിറ്ററിനെ കണ്ട് എന്ത് ശരിയാക്കിയ പ്രശ്നാവുന്നേ? കയ്യിൽ പൈസ വാങ്ങിക്കുന്നോ? കയ്യിൽ പൈസ വാങ്ങിക്കുന്നത് എന്ന് വെച്ചാല് നമ്മൾ അതെങ്ങനെ 20 കണ്ടുപിടിക്കുക? മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെങ്ങനെ കണ്ടുപിടിക്കുക? അത് അവരെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കില്ലെന്നാണ് ഉം. നമ്മളോട് പറഞ്ഞു വെച്ചത്. ഉം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ജോലി റെസ്റ്റോറന്റിലാന്ന് പറഞ്ഞില്ലേ, ഉം. അത് കഴിഞ്ഞിട്ട് ഞാൻ കെയർ ഹോമിലോട്ട് മാറി, വേറെ നാട്ടിലോട്ട് പോയി, വേറെ സ്ഥലത്തോട്ട് പോയി, കെയർ ഹോമിലോട്ട് മാറി. അവിടെ ശരിയായിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി, സ്റ്റോക്ക് ഓൺ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഉം. പോയി. അവരെ കെയർ ഹോം അവിടെ എന്ന് പറഞ്ഞാല് ഏജൻസികൾ, കുറെ ഏജൻസികളുള്ള ഒരു സ്ഥലം. ഉം. അങ്ങനെ അവിടെ ഒരു ഏജൻസിയിൽ നമ്മൾ ജോലിക്ക് കയറി. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഉം. നമുക്ക് ഉം. നമ്മുടെ സമയം 20 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാം. ഉം. വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു ടൈം ഷീറ്റ് തരും, അത് കീറിക്കളഞ്ഞാൽ മതി. ഉം. അവരൊപ്പിട്ടരും, കീറിക്കളയാം, ഉം. എത്ര ഉള്ളൂ. ഉം. ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല, അവര് നമ്മളോട് പ്രത്യേകം പറയട്ടെ എടുത്ത് വെക്കരുത് ഉം. എന്ന് ഉം. പറയും. ഉം. നമ്മളത് കീറിക്കളയും. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉം. കീറിക്കളയെന്താ. ഇത് ഞാൻ അവിടെ നിന്ന് പോന്ന്, ഞാൻ അവിടെ ആകെ 2 മാസം 3 മാസം എന്തോ വർക്ക് ഉം. ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അവിടെയും വേറെ ഇഷ്യൂസ് ഉണ്ടായപ്പോ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇത് പോന്നു കഴിഞ്ഞ് ആ സ്ഥലത്ത് അവിടുത്തെ എല്ലാ ഏജൻസിയിലും ഇൻസ്പെക്ഷൻ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നണത്, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു ടൈം വന്ന് HMRC നേരെ കയറി വരാ, അങ്ങനെ ഒരു സമയം വന്നപ്പോ ഞാൻ അറിയണില്ല, ഈ പ്രശ്നമേ ഞാൻ അറിയണില്ല. ഞാൻ ലെസ്റ്ററിലോട്ട് ഞാൻ തിരിച്ചു വന്ന് സംഭവം നടക്കുന്ന സ്റ്റോക്ക് കണ്ടിട്ടുണ്ട്. ഇവര് HMRCന്ന് ഈ ഏജൻസിയിൽ എന്തോ വന്ന്, എനിക്ക് തോന്നുന്നു എന്തോ അവരുടെ ഫയൽസിൽ എന്തോ അവരെ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അങ്ങനെ എന്തോ നടന്നു അവിടെ. നടന്നിട്ട് അതില് റാൻഡം ആയിട്ട് കുറെ പേപ്പറുകൾ എടുത്തായിരുന്നു, പേരുകൾ എടുത്തായിരുന്നു. അതിലൊരു പേര് എന്റെ ആയിരുന്നു. നല്ല ഭാഗ്യമുള്ള ആളാ. ഭയങ്കര ഭാഗ്യം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഭാഗ്യ. നല്ല കാര്യങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര ഭാഗ്യം. ചോസൺ പീപ്പിൾ എന്നൊക്കെ പറയില്ലേ? അതെ. അങ്ങനെ കാരണം അത് പറയാൻ കാരണം എന്റെ കൂടെ നിന്നവര് 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ വർക്ക് ചെയ്തവരുണ്ട്. എന്നെ പിടിച്ചത് വെറും 30 മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്തേനെ. ഉം. 30 മിനിറ്റ്. അതാണ് എനിക്ക് ഭയങ്കര, അത് ഞാൻ അപ്പോഴും അറിഞ്ഞില്ല. അത് അപ്പോഴും അറിയാണ്ട് ഞാൻ, കാരണം ലെസ്റ്ററിലല്ലേ ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കണത്, ഒന്നും ഞാൻ അറിയണില്ല. അന്ന് ഞാൻ ലെസ്റ്ററിന്ന് എനിക്ക് അവിടെ ഉള്ള ഒരു നമ്മൾ കൂടെ ഒന്നിച്ച് കുറെ ചേട്ടന്മാരെ കൂടിയാണ് ഒന്നിച്ച്. അപ്പൊ അതിലൊരു ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്കൊരു വിസ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു, കെയർ വിസ. അപ്പൊ ആ ചേട്ടൻ വഴി നമ്മൾ മെയ്ഡ് സ്റ്റോണിലോട്ട് മാറി. ആ വിസക്ക് എല്ലാം റെഡിയായി, ഇന്റർവ്യൂ പാസ്സായി, COS കിട്ടി, എല്ലാം റെഡിയായി. 5 വർഷത്തെ വിസ കിട്ടാൻ പോണെയാണ്. അപ്പൊ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും വിസ വന്നില്ല. ഉം. എന്ത് ചെയ്തിട്ടും ഈ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് വിസയുടെ സംഭവം നമുക്ക് വന്നില്ല, മെയിൽ വന്നില്ല, സക്സസ്ഫുൾ മെയിൽ വന്നില്ല. അങ്ങനെ കുറെ വെയിറ്റ് ചെയ്ത് HMRCനെ വിളിച്ച്, അവിടെ വിളിച്ച്, ഇവിടെ വിളിച്ച്, എങ്ങും വിളിച്ചിട്ട് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെയാണ് മെയിൽ കാണുന്നത്, വിസ റിജക്റ്റ് ആയി. ഉം. വിസ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് അന്ന് ഞാൻ നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയല്ലേ, അതെനിക്ക് അന്നാണ് വന്നത്. ഞാൻ സത്യം പറഞ്ഞ എന്താ, നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത് പറ്റിയത് എന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ ഈ മെയിൽ വായിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇത്ര മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്തു. ഉം. നോക്കിയപ്പോ വെറും 30 മിനിറ്റ് ആണ് വർക്ക് ചെയ്തേക്കുന്നത്. അതിനാണ് പിടിച്ചേക്കുന്നത്. എന്നിട്ട് ഏജൻസിയിലെ ആളെ വിളിച്ച്, അപ്പൊ അയാള് പറയണത് എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ, ഇങ്ങനെ എന്താണ് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പുള്ളി കൈവിട്ട്. പിന്നെ ആകെ എനിക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്, എന്റെ ഭാഗ്യത്തിന് വേണ്ടി കിട്ടിയ കുറച്ച് ആൾക്കാർ എനിക്കുണ്ട്. അവരെ ഞാൻ വിളിച്ച് കരച്ചിലായി, ബഹളമായി, എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ വീട്ടില് പക്ഷെ ഒരു കാര്യം കേട്ടോ, എന്ത് സംഭവിച്ചാലും എന്റെ വീട്ടിൽ പറയും കുഴപ്പമില്ല, തിരിച്ചു പോന്നോ. എനിക്കറിയാം വീട്ടിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് പറയാനാണ് നമ്മളെ സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറ് വേറൊരു ചേട്ടനോട് പറഞ്ഞിട്ട്, ആ ചേട്ടൻ ഇവിടെ എന്താണ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ ഓഫീസിൽ വർക്ക് ചെയ്യണ വർക്ക് ചെയ്യണായിരുന്നു ആ സമയത്ത്.
അപ്പൊ ആ ചേട്ടന്റെ അവിടെ ഉണ്ടായിരുന്ന സാറ് വഴി ഒരു സോളിസിറ്ററിനെ കണ്ടപ്പോഴാണ് അറിയണത് 10 വർഷം ബാനാണ് എല്ലാ യൂറോപ്യൻ കൺട്രിയിലോട്ടും. 10 വർഷം ബാന് ആണ് ഈ റിജക്ഷൻ വന്നേക്കുന്നത്. കാരണം നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്തേക്കണത് അത് ഇല്ലീഗലാണ് അവിടെ. അങ്ങനെ ഈ സോളിസിറ്റർ എന്നോട് പറഞ്ഞു, എന്താണ് ലൈക്ക് നമുക്ക് വഴിയൊന്നുമില്ല, കിട്ടാൻ വഴിയില്ല, ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഈ മെയില് കണ്ടപ്പോ ഒരു 14 ദിവസം ലൈക്ക് മെയില് 14 ദിവസം മുമ്പ് വന്നതാ. പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോ കണ്ടത്, ലേറ്റ് ആയി പോയി കണ്ടത്. 14 ദിവസത്തിനുള്ളിൽ കണ്ടിരുന്നെങ്കിൽ നമുക്ക് തിരിച്ച് മെയിൽ അയക്കായിരുന്നു, റീസൺ പറഞ്ഞത് നടന്നില്ല. അപ്പൊ ഈ സോളിസിറ്റർ എന്നോട് പറഞ്ഞു, നമുക്ക് നോക്കാം, ഉറപ്പൊന്നുമില്ല, നമുക്ക് നോക്കാം, നോക്കിയിട്ട് എന്താണ് എനിക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല നിനക്ക് ഇത് കിട്ടുമെന്ന്. പക്ഷെ നിനക്ക് PSW വെക്കാം, പഠിച്ചു കഴിഞ്ഞല്ല, പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ്, അപ്പൊ നിനക്ക് PSW വെക്കാം. PSW വെച്ചിട്ട് ഇവര് റിപ്പീറ്റഡ്ലി ഈ മെസ്സേജ് അയക്കും, റിജക്ഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് 14 ദിവസത്തിനുള്ളിൽ അടുത്ത ഇത് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിസിറ്റർക്കുള്ള ഫീസ് ഒക്കെ ഭയങ്കര പൈസ ഇല്ലേ? ഫസ്റ്റ് ഫീസ് തന്നെ 3,50,000 ആയി തോന്നുന്നു. അയ്യോ, അത് എന്റെ അല്ല, എനിക്ക് എന്റെ ഒരു ചേട്ടൻ കടന്നു സത്യം പറഞ്ഞ ഹെൽപ്പ് ചെയ്തതാ എന്നെ, അല്ലാതെ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ പുള്ളി പറഞ്ഞു, ഓക്കെ നമുക്ക് ഇത് കവർ ലെറ്റർ ഒക്കെ വെച്ച് വെക്കാം, നമുക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല, PSW കിട്ടില്ല. പുള്ളി 100% ഉറപ്പിൽ പറഞ്ഞു കിട്ടൂല. ഇപ്പൊ 100-ലാണെങ്കിൽ 1% ഞാൻ വേണമെങ്കിൽ ഇത് തരാന്ന് പറഞ്ഞു. പിന്നെ ഇത് റിജക്ഷൻ മാറാണ്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഈ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോവാം, പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല, എങ്ങോട്ടും പറ്റില്ല. അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ മറ്റു പെട്ട് എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിക്കാം. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്നിട്ട് എന്റെ ഈ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു, ലൈക്ക് ഇത് കിട്ടിയിട്ട് ഈ ഫസ്റ്റ് കേസ് നടത്തിയിട്ട് നടക്കണില്ലെന്നാണെങ്കിൽ ഞാൻ നാട്ടിൽ പോണേണ്, റിജക്ഷൻ കിടക്കട്ടെ. ഇപ്പൊ 10 വർഷത്തേക്ക് എന്ത് ചെയ്യാനാ, റിജക്ഷൻ മാറ്റാനുള്ള കഴിവൊന്നും ലൈക്ക് നമുക്ക് അതിനുള്ള പൈസ ഇല്ല. സോളിസിറ്റർ എന്നോട് പറഞ്ഞാൽ ചിലപ്പോ 8 വർഷം എടുക്കുമെന്ന്. അപ്പോഴേക്കും 2 വർഷം കൂടെ കാത്തിരുന്ന 10 ആവുമല്ലോ. 8 വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ വീട്ടുകാരും കണ്ടേ നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ജോലിക്ക് പോയി കടം ഞാൻ വീട്ടിൽ പോകാം, പക്ഷെ ഇങ്ങനെ നിക്കാൻ പറ്റില്ല, ഈ ഫസ്റ്റ് എന്നെ സഹായിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. സോളിസിറ്റർ ഒന്ന് നോക്കി വെക്കാം. അങ്ങനെ ഫസ്റ്റ് ലെറ്റർ അയച്ചു, ഒരു കവർ ലെറ്റർ ഒക്കെ വെച്ച് അയച്ച് PSW. കാരണം ഞാൻ പാസ്സായത് മെറിറ്റിലാ പാസ്സായത്. അപ്പൊ എല്ലാരും ചോദിക്കും ഭയങ്കര പഠിപ്പിയായിരുന്നു, നല്ല പഠിപ്പിയായിരുന്നില്ല, എങ്ങനെയോ പാസ്സായി. അങ്ങനെ മെറിറ്റിൽ പാസ്സായതുകൊണ്ട് പുള്ളി വെച്ച് പഠിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുത്താണ്, അവള് ക്ലോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മറന്നാണ് എന്നുള്ള രീതിക്ക് കവർ ലെറ്റർ വെച്ച്. അങ്ങനെ 1 മാസം എന്തോ കഴിഞ്ഞ് മെയിൽ വന്ന്. ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, മെയിലൊന്നും വരാണ്ടായിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഞാൻ UK വിടണേണ്, ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്വപ്നമില്ല, ഞാൻ നിർത്തി എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ഞാൻ തിരിച്ചു പോണേണ് എന്നുള്ള മൈൻഡ് സെറ്റില് എല്ലാം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയായി പോവാൻ ഒരുവിധം സെറ്റായി കഴിഞ്ഞ് അടുത്ത ദിവസം ഡിസംബർ 20, കാരണം ഇവിടെ ഒരു പരിപാടി നടക്കും 28 ഈ ഡിസംബറിൽ ഇവിടെ വിന്റർ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കും. അപ്പൊ ഞാൻ അവസാനമായിട്ട് അത് കാണണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 29-ാം തീയതി എനിക്ക് സക്സസ്ഫുൾ മെയിൽ വന്ന് PSW ആയി, റിജക്ഷൻ മാറിയെന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ റിജക്ഷൻ മാറി. പിന്നെ 1 വർഷം ഗ്യാപ്പ്, സത്യം പറഞ്ഞ 3 വർഷമാണ് എനിക്ക് ഉണ്ടായത്. ഇത് എന്റെ 3-ാമത്തെ വർഷം ആവണം. ഇതിൽ 1 വർഷം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വർക്കിന് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അല്ല, അപ്പൊ എങ്ങനെയാണ് വാടക കൊടുക്കുന്നതും ജീവിക്കാനുള്ള ചെലവ്, ഭക്ഷണം കഴിക്കുന്നത്, ഉടുപ്പ് വാങ്ങുന്നത്? എനിക്ക് എന്റെ ദൈവത്തെ പോലെ കുറച്ച് ചേട്ടന്മാരെ കിട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാൻ ഈ പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് സത്യം പറഞ്ഞ ഞാൻ ഒറ്റക്കാ വന്നത്. എന്നോട് കുറെ പേര് ചോദിക്കും എന്താണ് ഞങ്ങൾ എനിക്ക് കുറെ ഇപ്പൊ വന്നെ ഏറ്റവും കൂടുതൽ മെസ്സേജ്, ചേച്ചി ഞങ്ങൾ ഒറ്റക്കാണ് വരന്ത്, അവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യും. ഞാൻ ഒറ്റക്കാ വന്നത്, ഞാൻ ഒറ്റക്കാ വന്നിട്ട് ഞാൻ 3 വർഷമായിട്ട് ഇവിടെ നിക്കണുണ്ട്. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് ഞാൻ കുറെ പേരെ പരിചയപ്പെട്ടില്ല, എനിക്ക് കുറെ ചേട്ടന്മാരെ കിട്ടി. 2-3 ചേട്ടന്മാരെ ലൈക്ക് എനിക്ക് അടുത്തറിയാവുന്ന കുറെ ചേട്ടന്മാരെ കിട്ടി. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞ് ഇവരെല്ലാരും എന്റെ വീട്ടിലൊക്കെ പോയി, ഇവര് ഇടക്കിടക്ക് നാട്ടിൽ പോകുമ്പോ എന്റെ വീട്ടിൽ പോകും, ഡാഡിനെ മമ്മിനെയൊക്കെ കാണും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പോയില്ലെങ്കിലും അവരവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെയാണ് എന്ന് വരുത്തിയിട്ട് അവർ തിരിച്ചു വരുള്ളൂ. അങ്ങനെ അവരെല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ ഇപ്പോഴും എന്നോട് കുറെ പേര് പറയുന്നുണ്ട് എന്താ ഭാഗ്യമുണ്ട് നിനക്ക് അവരെ കിട്ടിയാല്. ശരിയാണ്, എന്റെ ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല, അങ്ങനെ ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞ്
ഞാന് എന്താണ് PSW കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോഴേക്കും 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ വീട്ടിൽ പോയി റിജക്ഷൻ അറിയല്ലോ. വീട്ടിൽ പോയി, കാരണം വർക്കും ചെയ്യണില്ല, ഇവിടെ നിക്കണേലും അർത്ഥമില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴേക്കും വീട്ടിലും ലോണൊന്നും അടച്ചു തുടങ്ങിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അങ്ങനെ സത്യം പറഞ്ഞാല് എല്ലാവർക്കും കൂടുതലും ഞാൻ നാട്ടിൽ നിന്നു 5 മാസം ഞാൻ നാട്ടിൽ നിന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ UK തിരിച്ചു പോണോ വേണ്ടേന്നൊക്കെ ആയി തുടങ്ങി. കാരണം ഇപ്പൊ അവിടെ ചെന്നാലും വർക്ക് കിട്ടാനും ചാൻസ് കുറവാ, എല്ലാം കുറവാ. പിന്നെ വീട്ടിലിങ്ങനെ സംസാരിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടത്, അടുത്തെന്താണ് ഓപ്ഷൻ. എന്റെ ചേട്ടനും പറഞ്ഞു നിനക്ക് പോണ്ടെങ്കിൽ പോവണ്ട, അല്ലെങ്കിൽ നമ്മൾ നോക്കി എന്തെങ്കിലും ചെയ്യുന്നത്. അങ്ങനെ കുറെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി UK. അവിടെ ഇരുന്ന് കുറെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി. അത് ഇത് അങ്ങനെ കുറെ ഒരു 5000 ജോലിക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാം റിജക്ഷൻ. അതാണ് അടുത്ത പ്രശ്നം. ഇവരെല്ലാരും വരുമ്പോ ചോദിക്കും ജോലി കിട്ടോ. എന്തോരം മെയിലാന്നറിയോ. ഞാൻ എല്ലാ ദിവസവും 100 എണ്ണം വെച്ച് ചോദിക്കും. 100 ചേട്ടൻ ഇരുത്തി അയപ്പിക്കും എന്നെ കൊണ്ട്. അങ്ങനെ കൊറേ നോക്കി, ഒന്നും നടക്കള്ള. പക്ഷെ അറ്റ് ലാസ്റ്റ് ഞാൻ വിചാരിച്ച് എന്തായാലും ചാൻസ് ഉണ്ട്, 1 വർഷം കൂടി നോക്കാം, പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് വർക്ക് റെഡി ആവാനുള്ള കുറെ സ്ഥലത്ത് പോയി നോക്കി, വർക്ക് റെഡി ആവണില്ല. നടന്ന് പിന്നെ കൂടുതലും നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിലേ വർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കുട്ടി റെഫർ ചെയ്ത് ഒരു റെസ്റ്റോറന്റിൽ ചെന്ന്, പക്ഷെ അവിടെ നമ്മള് ഫുഡ് അല്ല, എന്ത് ജോലി കിട്ടുന്നത്? സംസാരിക്കുന്നത് പഠിച്ചതിൽ ജോലി കിട്ടുന്നതിനെ കുറിച്ചോ അതോ എന്തെങ്കിലും പണി കിട്ടുന്നതിനെ കുറിച്ചോ എന്താ സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ നോക്കണത് അതിനായിരുന്നു, പഠിച്ച ജോലി കിട്ടണേനായിരുന്നു ഞാൻ വർക്ക് നോക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിക്കണ്ടേ, എക്സ്പെൻസ് മീറ്റ് ചെയ്യണ്ടേ. അപ്പൊ അത് ഒരു സൈഡിൽ കൂടി ഞാൻ രണ്ടു തരം ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അന്നത്തെ കാര്യം നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പണി കിട്ടാനും പിന്നെ നല്ലൊരു ജോലി, രണ്ടും കൂടിയാ ചെയ്തത്. നമുക്ക് രണ്ടും വേണമല്ലോ. ഇത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറാം, പക്ഷെ അതുവരെ നമ്മൾ നിലനിൽപ്പുണ്ടല്ലോ, അതിനെന്തെങ്കിലും ചെയ്യണമല്ലോ. പക്ഷെ എന്ത് ചെയ്തിട്ട് റെഡി ആവണ്ടായില്ല, ഒന്നും റെഡി ആവണ്ടായില്ല. അങ്ങനെ കുറെ നാള് വെയിറ്റ് ചെയ്ത് ഈ മാർച്ചിലാന്ന് തോന്നുന്നു എനിക്ക് ജോലി കിട്ടിയത്. മാർച്ചില് അതും ഞാൻ മറ്റേ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞൊരു സാറുണ്ട്, ഈ സോളിസിറ്ററിന് കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു സാറുണ്ട്. ആ സാറിന്റെ ഓഫീസിലാണ് എനിക്കിപ്പോ വർക്ക് കിട്ടിയേക്കുന്നത്, ഫൈനാൻസ് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അവര് എന്നോട് പറഞ്ഞു നീ ഫൈനാൻസിലല്ല, എന്റെ ബേസ് ബിസിനസ് ആണ്. അപ്പൊ സാറ് പറഞ്ഞു നമ്മള് ഫൈനാൻസിൽ കേട്ടണേല് നമുക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നീ ട്രൈ ചെയ്തിട്ട് നിന്നെ കൊണ്ട് പറ്റണേണെന്ന് നീ നിക്ക്, നമുക്കൊരു കുറച്ച് നാൾ നോക്കാം, എന്തായാലും വിസ കഴിയാൻ പോണേ അത്ര നാൾ നീ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫൈനാൻസിൽ കയറി, ഇപ്പൊ ഫൈനാൻസിൽ വർക്ക് ചെയ്യാം. ഒരുവിധം ശരിക്കും പറഞ്ഞാല് UK വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പൊ ഒന്ന് ആശ്വസിച്ച ഒരു 1-2 മാസമാണ് ഇത്, അല്ലെ? ഒരു ജീവിക്കാൻ തോന്നി 6 മാസമായിട്ട് ആണ് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. സമാധാനത്തോടെ നിൽക്കണം. എന്നാലും പക്ഷെ ഇപ്പോഴും പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ ജോലി കിട്ടിയേക്കണ കൊണ്ട് എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ സമ്മതിക്കണില്ല. സാറ് പറയുന്നത് 3 ദിവസം പാർട്ട് ടൈം 2 ദിവസം വോളണ്ടിയർ. അപ്പൊ ഈ 2 ദിവസത്തെ സാലറി എനിക്കില്ല, 3 ദിവസത്തെ സാലറി മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് 3 ദിവസത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഒന്നും ആവണില്ല. പക്ഷെ ഞാൻ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് എക്സ്പീരിയൻസ് ആണത്. കാരണം അത്രയും വലിയൊരു NPO കമ്പനിയാണ്, ചാരിറ്റി കമ്പനിയാണ്. അപ്പൊ അത്രയും വലിയൊരു കമ്പനിയില്, കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യണ എല്ലാവരും ഫൈനാൻസിൽ ACC എടുത്തവരാണ്. ACC എടുത്തവരെ കൂടി ഞാൻ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ വോളണ്ടിയർ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് ഞാൻ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹാപ്പിയാണ്, ഇതിൽ കുഴപ്പം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എത്ര വർഷം കൊണ്ട്? 3 വർഷമോ? എത്ര വർഷം കൊണ്ടാ ഒന്ന് കര പറ്റി എന്ന് പറയാൻ പറ്റുന്ന? ഒരു 4 വർഷമോ? അല്ല, ഇതിപ്പോ 3-ാമത്തെ വർഷമായി. 3 വർഷം. താമസം എങ്ങനെയായിരുന്നു? സുഖമായിട്ടൊക്കെ താമസം? പിന്നെ 2 വീട് മാറിയ കഥ പറഞ്ഞു, പിന്നെ ഇപ്പൊ നല്ല വീട്ടിലായിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ അത്ര നല്ല വീട്ടിലല്ല, മാറണമെന്ന് വിചാരിക്കണം. അതെന്താന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വീട് മാറേണ്ട ഒരു അവസ്ഥ വന്നു, നേരത്തെ നിന്ന വീട്ടിൽ നിന്ന്. അപ്പൊ കാരണം അവിടുത്തെ റെന്റ് കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഫുഡ് വെക്കാൻ പറ്റണില്ല, കാരണം കൂടെ ഉള്ളവര് ഇംഗ്ലീഷുകാരാ, വേറെ പോളണ്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഇവർക്ക് 8 മണി തൊട്ട് 8 മണി വരെ, എന്ന് വെച്ചാൽ വൈകുന്നേരം 8 മണി തൊട്ട് രാവിലെ 8 മണി വരെ ക്വയറ്റ് ടൈം, ഫുഡ് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മള് പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഫുഡ് വെക്കാൻ പാടില്ല, ഓവൻ ഓൺ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അലക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ ഞാൻ അവിടെ നിക്കണേൽ അർത്ഥം എന്താ? അർത്ഥമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി ഞാൻ മാറാം എന്നുള്ള രീതിക്ക് ഞാൻ അവിടെ നിന്ന് മാറിയതാ. അല്ലാണ്ട് അപ്പോഴും കുറെ പേര് 15 വീട് മാറാൻ നിന്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കണ്ട്.
എന്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ 8 മണി തൊട്ട് 8 മണി വരെ തിന്നാണ്ടിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ പറ്റണവരുണ്ടാവും കേട്ടോ, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, എന്നാലും struggle പിന്നെ ഉണ്ട്. പിന്നെ ശരിക്കും ഇന്ത്യൻ കുക്കിംഗ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ അലാറം അടിക്കുന്ന പരിപാടി ഇല്ലേ? അപ്പൊ ഈ വീട്ടിലൊന്നും ഇല്ല കേട്ടോ, ചിലയിടത്തൊക്കെ അത് ഊരി വെച്ചേക്കണേന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ വീട്ടിലെല്ലാരും ഇന്ത്യൻസാ. അതുകൊണ്ടാ. അല്ലെങ്കിൽ അവിടെ മറ്റേ സാധനം ഉണ്ടാവുമല്ലോ, നമ്മളെ പോകയാണെങ്കിലും മണാണെങ്കിലും ഉം. പപ്പടം കച്ചാണെങ്കിലും പൂരി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് സാധനം അപ്പൊ ചെയ്യുകയാണെങ്കിലും തന്നെ കീ അടിക്കും. വരാന് പിന്നെ വലിയ സ്വപ്നങ്ങളായിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ള ഒരു റിയാലിറ്റി എന്താ ശരിക്കും ഒരു വിദേശ രാജ്യത്ത് UK തന്നെ എടുക്കാം, UK പഠിക്കാൻ വരുന്ന ഒരു കുട്ടി എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും? എന്താണ് റിയാലിറ്റി? റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാരും വിചാരിക്കും ഇവിടെ വന്നിട്ട് രക്ഷപ്പെടാൻ പോണേന്ന്. പക്ഷെ രക്ഷപ്പെടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടൂല എന്ന് ഞാൻ പറയണില്ല. രക്ഷപ്പെടും, ഓക്കെ, ഞാൻ സമ്മതിച്ച് രക്ഷപ്പെടും. രക്ഷപ്പെടുന്നവരുണ്ട് ഒരു സൈഡില്, രക്ഷപ്പെടാത്തവരുണ്ട് ഒരു സൈഡില്. ഇതിന്റെ മിഡിൽ നിൽക്കണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ സത്യത്തിൽ ഇങ്ങനെ നമ്മൾ കുറെ സ്വപ്നം കണ്ടാണ് വന്നത്. ഇപ്പൊ ഞാൻ കുറെ സ്വപ്നം കണ്ടിട്ടാണ്, കാരണം എനിക്ക് വീട് വെക്കാം, എന്റെ ലോൺ അടിച്ച് തീർക്കാം, എല്ലാം കണ്ടിട്ടാണ് ഞാൻ വന്നത്. ചിലപ്പോ അങ്ങനെ വന്നവർ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ സിറ്റുവേഷൻ ആണ്ടോ പറയുന്നത്. പിന്നെ കുറെ ആൾക്കാർ പുറത്ത് പറയാണ്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കും. ഒന്നും പറയാണ്ട് ഹാപ്പിനെസ് മാത്രം കാണിച്ച്. ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം നോക്കി കഴിഞ്ഞാല് ഭയങ്കര ഹാപ്പിയാണ് UK-യില്. പക്ഷെ അല്ല, സത്യത്തിൽ അത് ഇൻസ്റ്റഗ്രാം അങ്ങനെ കാണിക്കണം എന്നുള്ളൂ. അല്ലാണ്ട് ശരിക്കും ഇവിടെ ആരും ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹാപ്പി ആയിരിക്കും, നമുക്ക് ബാക്കപ്പ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ ഒരാൾക്ക് ഇവിടെ UK എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമാണ്. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലേ? വിസയാണല്ലോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റുഡന്റ് വിസ വന്നാ പ്രയാസമാണ്. ഇപ്പൊ പക്ഷെ വർക്ക് വിസയിലും വന്നവർക്ക് കഷ്ടപ്പാട് കേട്ടോ. ഈ കെയർ ഹോം വർക്കിൽ ഞാൻ കേട്ടിട്ടുള്ള കേട്ടോ, കെയർ ഹോം വർക്കിന് വന്നവർക്ക് ലൈക്ക് വന്നു കഴിഞ്ഞിട്ട് വർക്ക് കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കുമല്ലോ ചിലവർക്ക് കിട്ടിയേക്കണത്. ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന ആൾക്കാര് വന്നിട്ട് അറിയാവുന്ന ആൾക്കാരല്ല, ഞാൻ ഇങ്ങനെ ഏജൻസികൾ പറയണ കേട്ടിട്ടുണ്ട്. വന്നിട്ട് ജോലി ഇല്ലാണ്ടായിട്ട് നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ജോലി സെറ്റാക്കി തരുമോ. പക്ഷെ എനിക്ക് സോസയുടെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയ ഒരു കാര്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ ഏജൻസി വഴി വരുന്ന പലരും നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല കോഴ്സിന് അഡ്മിഷൻ എടുത്തേ അല്ല വരുന്നത്. വിസയ്ക്ക് ഒരു സ്റ്റുഡന്റ് വിസ കിട്ടാൻ വേണ്ടി ഏറ്റവും മിനിമം കോഴ്സ് എടുത്ത് വരുന്നവരുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ പുറത്ത് താമസിക്കാൻ നമുക്കറിയാം അതൊരു നല്ല യൂണിവേഴ്സിറ്റി ആണെന്ന്. ഡിസംബറിൽ വരുന്ന ആൾക്കാരുണ്ട്, ജനുവരിയിൽ വരുന്നവരുണ്ട്, എല്ലാ വർഷത്തിലെ ഫുൾ മന്ത് എങ്ങനെങ്കിലും വന്നോന്നുണ്ട്. അവരറിഞ്ഞിട്ടാണോ വരുന്നത് സ്റ്റുഡൻസ്, അതോ അറിയാതെയോ? വന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങനെങ്കിലും വന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെങ്കിലും വന്നിട്ട് എന്തിനാ? ഞാൻ അതാ ചോദിക്കുന്നത്, എങ്ങനെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവര് വിചാരിക്കണ പോലെ ഇവിടെ വരുമ്പോ തന്നെ ജോലിയൊന്നും ആർക്കും ആവണില്ല. എത്ര നാളുകളെ ഇപ്പൊ വന്നവർക്ക് ഒട്ടും ആവണില്ല. പണ്ട് വന്നവർക്ക് പിന്നെ ലൈക്ക് കെയർ ഹോമെങ്കിലും കേറാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ കെയർ ഹോമുകളില് ആൾക്കാർ വിസ എടുത്ത് പെർമനന്റ് ജോബ് ഉള്ളവരായി അവിടെ. അപ്പൊ നല്ലോണം സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ജോലി ആവുള്ളൂ. പിന്നെ കുറെ പേര് ചോദിക്കുന്നത് നാട്ടില് ഇന്നെ പഠിച്ചിട്ട് നേരെ UK-ലോട്ട് ജോലി കിട്ടുമോ? ഇവിടെ UK പഠിച്ചവർക്ക് ജോലി കിട്ടണില്ല മര്യാദക്ക്. പിന്നെ ഇങ്ങനെ കിട്ടില്ലെന്നല്ല, പക്ഷെ നല്ല സ്ട്രഗിൾ ഉണ്ട് അത് കിട്ടാനായിട്ട്. ഇതിന്റെ പുറകിൽ കുറെ വിഷമങ്ങള് സങ്കടങ്ങളെല്ലാം ഒളിപ്പിച്ചു കുറെ ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്. കെയർ ഹോം എന്ന് പറയുന്ന പ്രായമായ ആളുകളെ നോക്കുന്ന ജോലിയല്ലേ? കെയർ ഹോം അത് പക്ഷെ നഴ്സുമാർ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അവിടുത്തെ പരീക്ഷ പാസ്സാവാത്ത നഴ്സുമാർ തന്നെ ഈ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ക്യൂ നിൽക്കല്ലേ. അപ്പൊ അല്ലാത്തൊരാൾക്ക് എങ്ങനെ കിട്ടുക? അങ്ങനെ കാശുണ്ടാക്കാം. എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട്, അതിന്റേതായ കഷ്ടപ്പാടുണ്ട്. കെയർ ഹോം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ജോബ് ഒന്നും അല്ല. അല്ല, ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയാണ്. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, നഴ്സിംഗ് ബേസ് ഉള്ളവർ അത് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതല്ലാത്ത ആൾക്കാർക്ക് പിന്നെ അതിനുള്ള ചാൻസ് കുറവല്ലേ? ഇപ്പൊ കുറെ കോഴ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാല് നഴ്സിലോട്ട് മാറാം, ഹോസ്പിറ്റലിലോട്ട് മാറാം. കെയർ ഹോമിൽ എല്ലാരും കെയർ ഹോമിൽ നിൽക്കൂല. അത്രയും പണി കെയർ ഹോമിൽ കൊടുക്കണം. 12 മണിക്കൂർ കണ്ടിന്യൂസ് ഞാൻ ചെയ്തിട്ടുള്ളതാ. 12 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കാണ്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇരിപ്പിക്കില്ല, അങ്ങനത്തെ കെയർ ഹോം വരെ ഉണ്ട്. നമ്മളെ ഇരിക്കാൻ സമ്മതിക്കില്ല. 12 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് മടുത്തു പോകും. ലൈക്ക് നമുക്ക് പിന്നെ ഇവിടെ ഉള്ളവർക്ക് നമ്മൾ വയസ്സായവരല്ലേ നമ്മൾ സഹായിക്കണത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ അവർ നമുക്ക് ആ റെസ്പെക്ട് തന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം അത്. അവിടെയും ഉണ്ട് റേസിസം, കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്ത് ചെയ്യാനാണ്? പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അതായതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം, അത്രേ ഉള്ളൂ. നല്ല കെയർ ഹോം ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. 2 സൈഡും ഉണ്ട് ഒരു സാധനത്തിന്. പക്ഷെ അതെല്ലാരും പുറത്തും അറിയില്ല. അങ്ങനെ ഒരു
പിന്നെ ബാക്കിയുള്ള ജോലി കിട്ടണില്ലെന്നല്ല കേട്ടോ, ഇവിടെ അപ്ലൈ ചെയ്ത് ജോലി കിട്ടണവരുണ്ട്. പക്ഷെ സംസാരിച്ച് അതിൽ തുടങ്ങാൻ ഇപ്പൊ ഒരു സ്റ്റുഡന്റ്, സാധാരണ ഒരു സ്റ്റുഡന്റ് വിസയിൽ പുറത്തു പോയൊരു കുട്ടി എപ്പോഴും ഇപ്പൊ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാമും റിയൽ ലൈഫും തമ്മിൽ റീലും തമ്മിലുള്ള വ്യത്യാസം, അത് പറയാതിരിക്കാനാണ് കുറെ ആളുകൾ ശ്രമിക്കുക. എപ്പോഴും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നത്, അത്രയും അതിൽ നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് കുറച്ചൊക്കെ തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? ഞാൻ സത്യം പറഞ്ഞാല് കുറേ നാളായിട്ട് ആലോചിക്കണം കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും നമ്മള് പുറത്തോട്ട് പറയണം. പക്ഷെ അത് ഒരാളെ നെഗറ്റീവ് ആക്കരുത്, ഞാൻ അതാ ചിന്തിക്കാറ്. കാരണം ഉം. ഞാൻ ഒന്നാമത് വർത്തമാനം പറഞ്ഞ കൂട്ടത്തില്ല. അപ്പൊ എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നീ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കാറ്, നമ്മൾ ഫുൾ നെഗറ്റീവ് ആക്കരുത്. ഉം. ഫുൾ നെഗറ്റീവ് ആക്കിയിട്ട് ഒരാളുടെ മൈൻഡ് സെറ്റ്, ഓ ഉം. കണ്ട അവള് രക്ഷപ്പെടാൻ വേണ്ടി അവള് ഉം. നെഗറ്റീവ് പറയാണ് എന്ന് വരുത്തരുത്. എനിക്കത് ഇഷ്ടമേ അല്ലാത്ത കാര്യ. ഒരാൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോ അയാളെ നെഗറ്റീവ് കുത്തിവെച്ച് ഓ എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ തോന്നണില്ല, അങ്ങനെ ആക്കരുത്. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ അതുകൊണ്ടാ എപ്പോഴും തമാശ രീതിക്ക്, നെഗറ്റീവ് ആണെങ്കിൽ തമാശ രീതിക്ക് പറയണത്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയണം, പുറത്തുള്ള ആൾക്കാരെ റിയാലിറ്റി അറിയണം. എന്താന്ന് അറിഞ്ഞിട്ട് വരണം അല്ലേ? ആ കാരണം നമ്മൾ അറിഞ്ഞില്ല. സത്യം പറയാല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷെ വരില്ലായിരുന്നു. ഉം. ഞാൻ അല്ല, വരില്ലായിരുന്നു എന്തുകൊണ്ടാ എന്നാണോ അതോ മാനസികമായി തയ്യാറെടുത്ത് വരുമായിരുന്നോ? ആ എങ്ങനെ വരില്ല, വരുമായിരുന്നോ അതോ മാനസികമായി ഞാൻ തയ്യാറെടുത്ത് ഓക്കെ വരില്ലായിരുന്നു. ഞാൻ ഇത്രയും ഇങ്ങനത്തെ കഷ്ടപ്പെടാൻ തയ്യാറാ? ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. ഓക്കെ, അല്ല, വീടൊന്നും പണയം വെക്കൊന്നും ചെയ്യില്ലായിരുന്നു അല്ലെ? അങ്ങനത്തെ പണി എത്രയും എടുക്കില്ലായിരുന്നു. കഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ചിലപ്പോ ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ നല്ല ജോലി കിട്ടിയേനെ. ഞാൻ അത് ചെയ്യാണ്ട് പിന്നെ എന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തോട്ട് പോയി പഠിച്ചിട്ടില്ല. ഉം. അപ്പൊ എനിക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യത്തില്. പുറത്തു പോയി കഴിഞ്ഞാൽ ഫ്രീഡം. ഉം. ഇതേ നല്ലത് എന്റെ എറണാകുളട്ടോ. അല്ല, ഫ്രീഡം എന്ന് പറയുന്ന ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഫ്രീഡം ഉണ്ടല്ലോ ഇല്ലേ? ഫ്രീഡം ഉണ്ടെങ്കിലും അങ്ങനെയല്ല പൈസ ഇല്ലെങ്കിൽ ആ നൈറ്റ് ലൈഫ് ഫ്രീഡത്തിന് ഒരു നൈറ്റ് വിലയില്ല ലൈഫ് എന്ന് അല്ലെ? പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒന്നാമത് നൈറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിച്ചാല് മറ്റേ പബ്ബി പോക്ക് പരിപാടി ഒന്നല്ല. ആ. നമ്മൾ പുറത്തൊക്കെ അല്ല, എനിക്ക് നടക്കുമല്ലോ. മനസ്സിലായി. ഈ പൈസ ഇല്ലെങ്കിലേ ഫ്രീഡത്തിന് വിലയില്ലല്ലോ, നമ്മളിപ്പോ എന്ത് ചെയ്യാൻ? അതാണ്, ഒന്നിനും വിലയില്ല. പക്ഷെ എന്താണ് സത്യം പറഞ്ഞ, ഇപ്പൊ എറണാകുളത്തായിരുന്നെങ്കിൽ വെറുതെ എങ്കിലും എങ്ങാടെങ്കിലും ഒന്ന് പോയി നടന്നിട്ട് തിരിച്ചറിയായിരുന്നു, ഡാഡിനെ കൂടി ആണെങ്കിലും പോയിട്ട് അതുപോലും നടക്കണില്ല. എന്ന് വെച്ചാൽ ഇവിടെ 7 മണിയാകുമ്പോഴേക്കും കടയൊക്കെ പൂട്ടും. എങ്ങനെ, എന്തുകൊണ്ട്, അതെന്താ? എന്താന്ന് എനിക്കറിയാൻ പാടില്ല, എല്ലാ കടകളും ഇന്നിപ്പോ 5 മണിക്ക് പൂട്ടി. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ലൈക്ക് ഇൻസ്റ്റഗ്രാമും കൂടി തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിൽ വെച്ചൊരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണ്ടായിരുന്നു. ഈ ബൊക്കയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിലത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ അത് നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ അത് ചെയ്തു നോക്കാന്ന് വെച്ചിട്ട് സാധനങ്ങൾ കിട്ടാനുള്ള കഷ്ടപ്പാട് കാരണം നമ്മൾ ചെയ്യണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്തിപ്പോ ഞാൻ അതിൽ ഹാപ്പി ആട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ഉം. 5:30-6 മണിയാകുമ്പോ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് ഇതിന്റെ വർക്ക് എടുത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ബൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കും. എങ്ങനെ, ഓൺലൈൻ വഴി വിൽക്കോ? ഇൻസ്റ്റ വഴിയൊക്കെ? ഓൺലൈൻ എന്ത് തരം ഇൻസ്റ്റാഗ്രാമിൽ ബൊക്കെ, എനിക്ക് ഓർഡർ എന്തൊക്കെ വരും. തരം ഫ്ലവേഴ്സോ? റിയൽ ഫ്ലവർ ഫ്ലവർ? അല്ല, ചോക്ലേറ്റ് ബൊക്കെ. ആണോ? അത് എന്താ അത്? ചോക്ലേറ്റ് വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് അപ്പൊ ഏത് അവർക്കാണോ ഒക്കേഷനിലും കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് പോലെ അല്ലേ? ഏത് ഒക്കേഷനിലും. ഇപ്പൊ ഫെറാറോന്റെ ഒക്കെ ബൊക്കെ ഉണ്ടാക്കും. ആ. അങ്ങനെ ഇപ്പൊ ഞാൻ അത് കുറച്ചും കൂടി ആക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ 3 മാസം കൂടി ഉള്ളു. അപ്പൊ 3 മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിപ്പോ കുറെ ഓർഡർ വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. കുറെ പേര് എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് ലൈക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിന്റെ ബിസിനസ്, അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ തരാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ മെസ്സേജ് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത്? വാട്സാപ്പിലോ അല്ല ഇൻസ്റ്റയിലോ? ഇൻസ്റ്റാഗ്രാമിൽ ഇവര് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ അത് എന്റെ വേറൊരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അത് അത് കൊടുക്കും. കൊടുത്തു. എന്നിട്ട് അവരെനിക്ക് ഇങ്ങനെ ഏത് ബൊക്കെ, ഞാൻ കുറെ ബൊക്കയുടെ ഫോട്ടോസ് ഉണ്ടാക്കിയ ബൊക്കയുടെ ഫോട്ടോസ് അയക്കും. അപ്പൊ അവര് അതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം പറയും. ചൂസ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ മിഠായിക്ക് ഇപ്പൊ ഇഷ്ടമുള്ളവരുണ്ടാവും. ആവറേജ് പ്രൈസ് എത്രയാ? നമ്മള് ഞാൻ ഒരു 30 പൗണ്ട് തൊട്ടാണ് തുടങ്ങണത്. അപ്പൊ അതില് 30 പൗണ്ടില് ഒരു 20 ചോക്ലേറ്റ്സ് ഉണ്ടാവും. അങ്ങനെയാണ് തുടങ്ങണത്. പിന്നെ ഫെറാറോന് ഇത്തിരി പൈസ കൂടുതലാ, 50 പൗണ്ടാണ് ചെയ്യുന്നത്. ബാക്കി ആ ഒരു ലെവലിലേ ചെയ്യണുള്ളൂ. മനസ്സിലായി. പിന്നെ പുതിയ ബൊക്കേസ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക, അടുത്ത എന്ത് തരത്തിലുള്ള ബൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അതൊക്കെ അങ്ങനെ നന്നായി വിജയിക്കട്ടെ. അത് ശരിക്കും എനിക്ക് തോന്നുന്നു പുറത്ത് നല്ല സ്കോപ്പുള്ള സാധനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ ബൊക്കെ കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ഇല്ല, കുറവല്ലേ? പക്ഷെ ഇവിടെ പക്ഷെ ഉണ്ട്. ഇവിടെ ഇത് വിജയിച്ചാൽ വലിയ ബിസിനസ് ആയത്. അതെ ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഉണ്ട്. ഇവിടെ ആളുകളിലേക്ക് എത്തിയാൽ ഒരു മതി. കെയർ റൂമിലാണെങ്കിൽ പോലും അതെ കാണാൻ പോകുമ്പോ അവർക്ക് കൊടുക്കണത് ചോക്ലേറ്റ്സാ.
എത്രയോ വയസ്സായ ആൾക്കാർക്ക് വരെ ഒരു ചോക്ലേറ്റ്സ് കൊടുക്കും. അതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ്, അത് നല്ലൊരു കോളേജുകളിലൊക്കെ കാര്യമാണ്. ആണെങ്കിലും എല്ലാത്തിനും ഉണ്ടല്ലോ ഇപ്പൊ. എല്ലാത്തിനും കൊടുക്കും. അതെ, അത് അപ്പൊ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ്. കൂടുതലും എനിക്ക് ഇന്ത്യൻസ് ആണ് കേട്ടോ ഓർഡർ തന്നത്. മലയാളികൾ തന്നെ ഓർഡർ തന്നെ കുറെ. അപ്പൊ ബർത്ത്ഡേ ഞാൻ ഗിഫ്റ്റ് അന്ന് ആയിട്ടും ഒക്കെ ചെയ്യുമ്പോ പറ്റും. നാളെ മറ്റന്നാളത്തേക്ക് ഉണ്ട് ഓർഡർ. ഒന്നുണ്ടാക്കാൻ ഒരു ദിവസം വേണോ? ഒന്നുണ്ടാക്കാൻ എനിക്ക് ശരിക്കും ഒന്നും ഉണ്ടാക്കാൻ ഒരു ദിവസം മതി, പക്ഷെ ഫുൾ ഡേ വേണം. പക്ഷെ ഉം, നമ്മൾ ഉം, ജോലി കഴിഞ്ഞ് വരണോണ്ട് ഉം. എനിക്ക് 2 ദിവസം പിടിക്കും. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഈ മിഠായി മുഴുവൻ ഇരുന്ന് ഈ ഒരു സ്റ്റിക്ക് ഒട്ടിക്കണം. അത് ഇത്തിരി പരിപാടി ഇത്തിരി കൂടുതല. ഉം. ഇത്രയും ചോക്ലേറ്റ്സ് ഇരുന്ന് സ്റ്റിക്ക് ഒട്ടിച്ച് വരുമോ? അപ്പൊ അതിന് അങ്ങനെ 2 ദിവസം എന്നുവെച്ചാൽ ഹാഫ് ഡേ ഹാഫ് ഡേ, ഹാഫ് ഡേ. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 2 5 ദിവസം. ദിവസം മുമ്പ് ഓർഡർ എടുക്കും. എന്നിട്ടാ ഞാൻ ചെയ്യാറ്. ഉം. അങ്ങനെ. അപ്പൊ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടോ പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ വരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു ബേസിക് എന്ത് പഠിച്ചു വരണം, എത്ര പ്രായം വേണം, അല്ലെങ്കിൽ എന്ത് തരം കോഴ്സുകൾ പഠിച്ചാലാണ് UK കുറച്ചെങ്കിലും നിലനിൽക്കാൻ പറ്റുക? ലൈക്ക് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോ ഞാൻ എടുത്തത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് എല്ലാരും എടുക്കണ കോഴ്സാണ്. ഉം, പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചല്ല ആ കോഴ്സ് എടുത്തത്. ഉം, ഞാൻ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. ഞാൻ ബാച്ചിലേഴ്സ് BBA എടുത്തതാ. ഉം, അപ്പൊ ഞാൻ വിചാരിച്ച ബിസിനസ് അതിന്റെ തന്നെ മാസ്റ്റേഴ്സ് എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് എടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോ അറിയുന്നത് അതൊരു സാധാരണ കോഴ്സാ. ഉം, എല്ലാരും എടുക്കണ തരത്തിലുള്ള ഒരു കോഴ്സ് ആയിപ്പോയി ഞാൻ എടുത്തത്. ഉം, പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് എല്ലാരും ആ കോഴ്സ് എടുക്കരുത്. ഇപ്പൊ ഉം, എഞ്ചിനീയറിംഗ് പഠിച്ചവര് IBM എടുക്കും. എനിക്ക് ഉം, ഇപ്പോഴും മനസ്സിലാവുള്ള എന്തിനാണ് അവർ IBM എടുക്കണേന്ന്. അതിനേലും നല്ല കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഉം, പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് IBM പാസ്സാവാൻ ഈസിയാണ്. ഉം. എന്ന് വെച്ചാൽ ഹെൽപ്പേഴ്സ് കൂടുതലുണ്ട് ഇവിടെ. അല്ല, പക്ഷെ പക്ഷെ ജോലി ബാക്കിയുള്ള കിട്ടാനോ? കോഴ്സുകൾ നമ്മൾ ജോലി കിട്ടാനോ? സ്വന്തമായിട്ട് ജോലി കിട്ടാനോ? ജോലി കിട്ടാൻ പാടും. അല്ല, അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാ പറഞ്ഞേ? ലൈക്ക് അങ്ങനത്തെ കുറെ കോഴ്സുകളുണ്ട്. ടെക്നിക്കൽ ബേസ്ഡ് കോഴ്സുകൾ, ടെക്നിക്കൽ കുറച്ചുകൂടെ ബേസിക് ഡിസൈനോ? അവർക്ക് അതെ. എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ അവർക്ക് ഒരു വർഷം വർക്ക് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ അതേ കോഴ്സ് എടുക്കുന്നത് നല്ലത്. അതിന്റെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കാതെ നമ്മൾ വെറുതെ പോയിട്ട് ബിസിനസ് എന്ന് എടുക്കാം. വെച്ചാൽ ഏജൻസികൾ പെട്ടെന്ന് പറയുന്ന കോഴ്സ് ഒന്നും എടുത്ത് ഓടി വരണ്ട. അവനവൻ എന്താ പഠിക്കാൻ ഉദ്ദേശിക്കണേന്ന് ഒന്നുകൂടി ഇരുന്ന് അതെ, ആലോചിച്ചിട്ട്. ആലോചിച്ച് തീരുമാനിച്ച് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞ വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒന്ന് ഗൂഗിളിൽ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഉപകാരപ്പെടും അല്ലേ? ആ അതെ യൂണിവേഴ്സിറ്റി റസൽ നല്ലതാണ്. സ്ക്വയർ യൂണിവേഴ്സിറ്റി റസൽ യൂണിവേഴ്സിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ജോലി കിട്ടും, പക്ഷെ പക്ഷെ നല്ലോണം പഠിക്കണം. യൂണിവേഴ്സിറ്റി എങ്കിലും ആയിരിക്കണം മിനിമം. സ്കൂൾ എന്നുള്ള നല്ല സാധനങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. വരരുത്. സാധാരണ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ എന്തോ ബെഡ്ഫോർഡ്ഷെയറോ ഉം. നമുക്ക് റാങ്കിങ് നോക്കി തന്നെ നമ്മൾ വരണം അതെ. ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട്. അല്ല, അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്ത് വിദേശത്ത് പോകാൻ അറിയുന്ന ഒരാൾക്ക് ഗൂഗിൾ നോക്കാൻ അറിയാലോ. അപ്പൊ ആ, നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഒരാൾ പറയുകയാണെങ്കിൽ ഒന്ന് അടിച്ചു നോക്കാം. അത് യൂണിവേഴ്സിറ്റി ആണോ, അതെ സ്കൂളാണോ, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ കോളേജ് വല്ലതും ആണോ, അതെ ഈ പഠിക്കുന്ന കോഴ്സ് എന്താണ്, അതിന്റെ റാങ്ക്, അതൊക്കെ നോക്കാവുന്നതാണ് ശരിക്കും. അതിന്റെ സ്കോപ്പ് ഒക്കെ മിനിമം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നോക്കണ ഒരു സിറ്റുവേഷൻ വരും. നമുക്കൊരു സൂം ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ. ഉം. ഇനിയിപ്പൊ അത് ചെയ്യാത്ത ആൾക്കാരുണ്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂ ശരിക്കും ഉണ്ട്. ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരൊരു ഇന്റർവ്യൂ തരും. ഉം. ആ ഇന്റർവ്യൂവിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആ യൂണിവേഴ്സിറ്റിനെ പറ്റി പഠിക്കണം. ഉം. അവരെന്താ ചോദിക്കാൻ പോണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഉം. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി നമുക്ക് പിടിപാട് കിട്ടും. എന്താണ് യൂണിവേഴ്സിറ്റി, അത് ഏത് ലെവലിൽ നിൽക്കണ അത് യൂണിവേഴ്സിറ്റി പക്ഷെ ആണ്. നല്ല യൂണിവേഴ്സിറ്റികൾക്കേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റു ഇല്ലെന്ന് സാധനങ്ങൾക്ക് തോന്നുന്നു ഇല്ല, 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 ഇല്ല. എനിക്കറിയാം. കാരണം സൂം നമുക്കൊക്കെ ഇന്റർവ്യൂ ഇല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിക്കൊക്കെ നല്ല ഇല്ല. ഇന്റർവ്യൂ നിങ്ങളെ ഒക്കെ ഭയങ്കര യൂണിവേഴ്സിറ്റി ഇതാട്ടോ. നല്ലതായോണ്ട് അല്ലാത്തവർക്ക് ഇല്ല. അതപ്പൊ ഡയറക്റ്റ് അഡ്മിഷനാ കിട്ടുക. ആ അറിയാം. ഫീസ് പക്ഷെ ഏകദേശം എത്ര അടച്ചിട്ടാണ് ഒരു കുട്ടി വരുന്നത് പഠിക്കാൻ? ഞാൻ രണ്ട് വരുന്ന സമയത്ത് എനിക്ക് 14 ലക്ഷം വരുന്ന തോന്നുന്നു. അതിലെനിക്ക് 2000 പൗണ്ട് 2 ലക്ഷം രൂപ ഇത് ഇത് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ 12 ലക്ഷത്തിന് എന്തോണ് ഞാൻ വന്നത്. ഉം. പക്ഷെ ഇപ്പൊ ഉം. ഇത് കൂടി, ഫീസ് ഫീസ് കൂടി. കൂടി. എനിക്ക് ഉം. തോന്നുന്നു 17-20 അത്രയൊക്കെ ഉണ്ടെന്ന് ഉം. തോന്നുന്നു. ഉം. ഉം. അത്രയും പൈസ ഇപ്പൊ വരുന്നുണ്ട്. ഉം. എ, എന്താണ് ഇത്രയും പൈസ ചെലവാക്കാൻ നിങ്ങൾ നിക്കണേണെങ്കിൽ ഉം. ആലോചിച്ചിട്ട് മാത്രം. ഉം. വന്നോ അത്രയും പൈസ ചെലവാക്കി വന്നോ, ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, കാരണം നമ്മള് ലൈഫ് കുറച്ച് പഠിക്കണം. അത് നാട്ടിൽ നിന്നാ പഠിക്കുമെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പഠിക്കണവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് പുറത്തുപോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഉം. ഒരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ പോണം. പക്ഷെ അത് പോണേക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്താണ് നമ്മൾ ഈ നമ്മൾ പോവാൻ പോണത് എങ്ങോട്ടാണ്, ആരെങ്കിലോടൊക്കെ ഒന്ന് ചോദിക്കണം. പിന്നെ ചോദിച്ചാലും പറയണവരില്ലട്ടാ, അത് വേറെ കാര്യം. നമുക്കിപ്പോ അറിയണവര് ഇപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട്,
അപ്പൊ ഞാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കും. അല്ലാത്തവർക്ക് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, ചേച്ചി ഞാൻ എന്ത് ചെയ്യും, ചേച്ചി ഇങ്ങനെ വന്ന പ്രശ്നമാണോ ഈ സ്ഥലം. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ സ്ഥലത്തിനെ പറ്റി അറിയില്ല ഒന്നാമത്. ഇപ്പോഴും എനിക്കറിയാൻ പാടില്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കുമ്പോ എനിക്ക് ഉത്തരവില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാല് ഏതൊരു സ്ഥലമാണെങ്കിലും ആരെങ്കിലോടും ചോദിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ കണ്ടുപിടിക്കുക, ഗൂഗിൾ ചെയ്താ എങ്ങനെങ്കിലൊക്കെ കണ്ടുപിടിച്ച് വരാം. പിന്നെ നമ്മക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ട്, പക്ഷെ അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം. അല്ലാതെ ഓടി 20 ലക്ഷം രൂപ കൊടുത്തിട്ട് ഓടി UK വന്നിട്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചാല് ആരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ചികിത്സ എന്തെങ്കിലും വന്നിട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ പിടിക്കുക, ഡോക്ടറെ കാണേണ്ട ആവശ്യം വരികയോ ചെയ്തിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? രോഗം അങ്ങനെ രോഗമൊന്നും വന്നിട്ടില്ല എനിക്ക്. വന്നാ എന്താ പക്ഷെ ചെയ്യാ ശരിക്ക്? ഭയങ്കര ആ എക്സ്പെൻസീവ് അല്ലേ ട്രീറ്റ്മെന്റ്? വന്നവരുണ്ട്, വന്നവരുടെ വന്ന അനുഭവം ആൾക്കാരെ എന്തായിരുന്നു? എനിക്കറിയാം. പക്ഷെ ഇവിടത്തെ അടുത്ത പ്രശ്നമാണ് ഈ NHS. നമ്മളെ പറഞ്ഞു തന്നെ ഇപ്പൊ പ്രശ്നമാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞ വിഷയം നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും നടക്കൂല. നമ്മള് ഒരു കാര്യത്തിന് നമ്മള് ഒരു ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത്രയും എൻ്റെ ഒരു ഫ്രണ്ടിന് കൊറോണ വന്ന് സിറ്റുവേഷൻ വളരെ മോശം. അവര് പറഞ്ഞ എന്താണെന്നറിയോ, ഓക്കെ നോക്കാം, എന്നിട്ട് അയാൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ വരാന്ന്. 2 മണിക്കൂറിനുള്ളിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ വരാന്ന്. അപ്പൊ പറ്റിക്കഴിഞ്ഞാലോ? പിന്നെ ഞാൻ കെയർ റൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹോം കെയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോം കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി നിൽക്കും ഒരാളെ കൂടി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പുള്ളിനെ കൂടി, അതൊരു ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞേണ്ട, അവിടെ പോയി ഒരു അപ്പൂപ്പനെ കൂടി നിൽക്കണേ. ആ അപ്പൂപ്പനും ഞാനും മാത്രമുള്ള ഒരു വീട്ടില്, 2 നില വീട്. ഈ അപ്പൂപ്പന് രാത്രി ആയപ്പോ ഒരു കാലുവേദന വന്നു. കാലുവേദന വന്ന് ഞാൻ ഓടിച്ചെന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഈ പുള്ളിക്ക് എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റണില്ല. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു, എമർജൻസി വിളിച്ചപ്പ ഇവരെന്നോട് ചോദിക്കാം പുള്ളി ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പുള്ളി കിടക്കണേന്, പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു ലൈക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല. 1 മിനിറ്റില് എത്ര ശ്വാസം വലിക്കണുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, അപ്പൊ ഈ ഹോം കെയറിലൊക്കെ നിൽക്കും, അത് ശരി. അത് അപ്പൊ ഒരു മിനിമം നമുക്ക് കുറച്ച് രോഗങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളല്ലേ ഹോം കെയറിലൊക്കെ നിന്നിട്ട് ഈ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മിനിമം 1 മിനിറ്റിൽ എത്ര ശ്വാസം എന്ന് പറയാൻ പറ്റേണ്ടതല്ലേ? അല്ല നമ്മൾ ചെന്ന് നോക്കണം. നമ്മ ആ പുള്ളിനെ കൂടി ഇരുന്നിട്ട് അങ്ങനെയാണ്, ഫോൺ കൊണ്ട് പുള്ളിയുടെ അടുത്ത് ചെന്നിരിക്കണം. എന്നിട്ട് നമ്മൾ പറയണം ഇപ്പൊ എത്ര ശ്വാസം വലിച്ചു, ഇപ്പൊ എത്രാമത്തെ ശ്വാസം വലിക്കുന്ന എണ്ണാനൊക്കെ പറയും. നമ്മക്ക് ടെൻഷനാണേ. ഞാൻ എന്ത് ചെയ്യും, ഞാനിതൊന്നും പഠിക്കാണ്ട് വന്നേക്ക. ഈ പുള്ളി ശ്വാസം വലിക്കണ ശ്വാസം വിടുന്നു. ഞാൻ പറഞ്ഞ് പുള്ളിക്ക് ശ്വാസം മുട്ടാണ്, ബ്രീതിങ് പ്രോബ്ലം ആണ്, നിങ്ങൾ അത് മനസ്സിലാക്കുക, പെട്ടെന്ന് വാ, ഞങ്ങൾ വരാം, പക്ഷെ നിങ്ങൾ ടൈം എടുക്കും. ഇത് സംഭവം നടന്നത് എനിക്ക് 5 മണിക്കാ തോന്നുന്നു. ഇവര് വന്നത് 7-8 മണിയായിട്ടാ. ഞാൻ വിചാരിച്ചത് തീർന്നു എന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ പേടിയായ സാധനം. ഞാനും പുള്ളി മാത്രം വീട്ടിലുള്ളൂ. ആരെ വിളിച്ചിട്ടും കിട്ടുള്ള, ഇത്രയും രാവിലെ ആരെ വിളിച്ചിട്ടും, ഈ ഹോം കെയറിലെ ആളെ വിളിച്ചിട്ടും ഏജൻസിയിലെ ആളെ വിളിച്ചിട്ട് ആരെയും കിട്ടണില്ല. അത്രയും ടെൻഷനായി. പക്ഷെ ഇവര് വന്ന് എന്തൊക്കെയോ ചെയ്ത് ഒന്ന് റെഡിയായി പുള്ളി ഇങ്ങനെ കിടക്കണ കേട്ടോ. അപ്പൊ പുള്ളിയുടെ പക്ഷെ ഒരു മോളെന്തോ ഇന്ത്യനാന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഇങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യൂല. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വല്ലാത്ത കൊറേ ഡീറ്റെയിൽ എടുക്കും. പനിയാണോ, ചുമയുണ്ടോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, നടക്കുന്നുണ്ടോ, അനങ്ങുന്നുണ്ടോ, കണ്ണു തുറക്കും. ഈശ്വര ഭഗവാനെ എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം ചോദിച്ചു ആള് പോകുന്നേ. അങ്ങനത്തെ കഷ്ടപ്പാട്. പിന്നെ അടുത്തത് പല്ലുവേദന. കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് എനിക്ക് പല്ലുവേദനയായിരുന്നു. ഇതുവരെ എനിക്കൊരു ഡെന്റിസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പല്ലുവേദനയായിട്ട്. ഫാമിലി ഡോക്ടർ ഉണ്ടോ? എനിക്ക് ആരുമില്ല. ഒരു സംഭവം എന്ന് വെച്ചാൽ പല്ലുവേദന എടുത്ത് ആദ്യത്തെ ദിവസം ഓഫീസിൽ ചെന്ന് പല്ലുവേദന എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് ഞാൻ ഓഫീസിൽ പറഞ്ഞു നടക്കണില്ല. എന്നിട്ട് ഇവരെന്നെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് എന്താണ് അത് ഓയിൽ എന്തോ വാങ്ങിച്ചെന്ന്, അത് നീ തേക്ക് പല്ലുവേദന പോകുന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്തു പല്ലുവേദന പോണില്ല. അടുത്ത ദിവസമായി റിപ്പീറ്റേഷൻ. ഓഫീസിൽ പോയി പല്ലുവേദന. അപ്പൊ ഓഫീസിൽ പറഞ്ഞ് ഒരു പണി നീ എമർജൻസി പോന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസി പറഞ്ഞു വിട്ടു. എമർജൻസി ചെന്നപ്പോ അവരെന്നോട് പറയാ
ഇവിടെ പല്ലുവേദന എടുക്കൂലോ. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ വളരെ മോശമാണ്, എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റണില്ല എന്ന് പറഞ്ഞു. എന്നോട് നീ ഫോം വിളിക്കണം ഫസ്റ്റ് തന്നെ, എന്നിട്ട് പറയണം, എന്നിട്ട് അവര് മനസ്സിലാക്കിയിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത്, അന്ന് ഫ്രൈഡേ ആയിരുന്നു, സാറ്റർഡേ ആക്കി, നടക്കണില്ല. സാറ്റർഡേ ആക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എമർജൻസി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ മോശമാണ്, പല്ലുവേദനയാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാം, 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറ്റാൻ പോണെന്ന് അറിയില്ല. അപ്പൊ ഇവര് ആണാ, ഓക്കെ, നിനക്ക് ഡെന്റിസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഡെന്റിസ്റ്റ് ഇല്ല, എനിക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇവര് ഒരു ക്ലിനിക്കിലോട്ട് വിട്ടു തന്നെ, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തുതരാം, ഒരു ക്ലിനിക്കിലോട്ട് പോയിക്കോന്ന് പറഞ്ഞ് ഒരു ക്ലിനിക്കിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പില്ലേ ആകെ ഒരു ഡോക്ടറും ഒരു മറ്റേ റിസപ്ഷനിസ്റ്റും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, ഒരു പേഷ്യന്റ് പോലും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഈ പുള്ളി നോക്കിയപ്പോ എന്നോട് പറഞ്ഞു റൂട്ട് കനാല് ചെയ്യേണ്ടി വരും, പെയിൻ അതുകൊണ്ടാണ്, എന്റെ ഇൻഫെക്ഷൻ ആണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, സമ്മതിച്ച് ചെയ്യാം എന്ന്. അപ്പൊ ഈ പുള്ളി പക്ഷെ ഈ വേദന മാറണ വരെ ആന്റിബയോട്ടിക് കഴിക്കണം എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ കഴിക്കാം, പക്ഷെ റൂട്ട് കനാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ? ഇല്ല, നമ്മളെന്ത് ഡോക്ടർ അല്ലല്ലോ, ഇത് എമർജൻസി ആയതുകൊണ്ടല്ലേ എടുത്തേ, നമ്മളെന്ത് ഡോക്ടർ അല്ല, നീ ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം, എന്നിട്ട് നീ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്തു തരൂലല്ലേ? ഞങ്ങൾ ചെയ്തു തരൂല, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഡോക്ടറിനെ കണ്ടുപിടിച്ച് ചെയ്യണം. ഇനിയിപ്പൊ ഞാൻ ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ നടക്കാം, ഇതുവരെ എനിക്ക് ഡോക്ടറിനെ കിട്ടിയില്ല. ആ ദിവസങ്ങളിലല്ലേ ഞാൻ ചോദിച്ചോണ്ട് നടക്കുന്നത്, നമുക്ക് സംസാരിക്കാം. അതെ 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 അപ്പഴാ ചേച്ചി ചോദിക്കണേ, ഞാൻ വെച്ചത് എന്തും ഞാൻ പറ്റും നിർബന്ധിച്ചോണ്ടിരിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് കുറച്ച്. ഒരു തരത്തിൽ നടക്കണില്ല, പല്ല് ഈ സൈഡ് ഇങ്ങനെ വീർത്തുടങ്ങി. എന്ത് പറയാനാണ്, ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പഴും ഞാൻ ഡോക്ടറിനെ അന്വേഷിച്ച് നടക്കാം. അപ്പൊ പല്ലുവേദന കുറഞ്ഞ്, ആന്റിബയോട്ടിക് 7 ദിവസം വരുന്നു, അത് അതിനൊക്കെ പൈസ ഉണ്ടോ അതോ ഫ്രീ ആണോ? നമ്മൾ ആ ഡോക്ടറെ കാണുന്നൊക്കെ ഫ്രീ പൈസ ആണ്? കൊടുക്കണം. അല്ല, മരുന്നിന് മാത്രല്ലേ പൈസ ഉള്ളൂ? ഇല്ല, ഡോക്ടറിനെ ഡോക്ടറിനെ കാണാനും പൈസ കൊടുക്കണം അല്ലേ? അല്ലെ പിന്നെ പ്രഗ്നന്റ് ആയിടൊന്നു, അതിനു വേണ്ടി ഇപ്പൊ പ്രഗ്നന്റ് ആവാൻ പറ്റൂല. അതായാ പോരാ, അത് കണ്ട് എന്നെ ചെന്ന് പേപ്പർ വാങ്ങിക്കണം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവര് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന്. അതിനു വേണ്ടി ഇപ്പൊ നടക്കൂല, അതിന് വീട്ടിൽ വേണം വീട്ടുകാർ ഓടിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ ഇരിക്കണേണ്. ഇനി റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ആരെയും കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഓട്ടപ്പാച്ചലാണ്. അല്ലെങ്കിൽ ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് സമാധാനത്തോടെ അവിടെ ഏതെങ്കിലും ആശുപത്രി എന്നിട്ട് ഒന്ന് ചെയ്തു തരാന്ന് വെച്ചാൽ അപ്പൊ തന്നെ ചെയ്തു തരും. അതിലൊക്കെ നമ്മുടെ നാട് തന്നെ കേട്ടോ നല്ലത്. കൂടെ പഠിച്ചവരൊക്കെ എന്തായി? കൂടെ പഠിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവര് എന്തൊക്കെയാ പണിയെടുക്കുന്നേ? അവര് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ കോണ്ടാക്ട് എല്ലാരും ആയിട്ടൊന്നും ഇല്ല. കോണ്ടാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണും അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും ഹാപ്പി ആയ ജീവിതം നയിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കുമ്പോഴെല്ലാരും ഹാപ്പിയാണ്, എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ ആരാ ഹാപ്പി ആരാണ് ഹാപ്പി അല്ലാത്തത്, ആരൊക്കെ സന്തോഷിക്കണമെന്നൊന്നും അറിയാൻ പാടില്ല എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കാ വന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇവിടെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും സെൽഫിഷാണ്. നമ്മൾ ചിലപ്പോ നാട്ടിൽ വെച്ച് കാണുന്നവരായിരിക്കില്ല ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാൻ നാട്ടിൽ വെച്ച് കണ്ടവരല്ല, ഞാൻ നാട്ടിൽ വെച്ച് കണ്ട എന്റെ ഫ്രണ്ട്സ് അല്ല ഞാൻ ഇവിടെ വന്നപ്പോ. ഇതിപ്പോ പറയുമ്പോ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് ഈ വീഡിയോ കാണുകയാണ് ചിലപ്പോ അവർക്ക് മനസ്സിലാവും, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനിത് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ആരും നമ്മുടെ ആണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. ആരും നമ്മുടെ അല്ല. അതിപ്പോ നമ്മുടെ റിലേറ്റീവ് ആണെങ്കിലും അല്ല, അതങ്ങനെയാണ്. അത് ഒരു പോയിന്റിൽ അങ്ങനെയാണ്. നമ്മൾ ഒറ്റക്കാണ് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അല്ലാണ്ട് അവനുണ്ടല്ല ഹെൽപ്പ് ചെയ്യും. എനിക്ക് ആ 2-3 ചേട്ടന്മാരെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാ. എനിക്കറിയാത്ത ആൾക്കാരാ, പക്ഷെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാ. പക്ഷെ ഞാൻ അവരായിട്ട് ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയണവര് ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല. എല്ലാരും സെൽഫിഷാണ്, എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുള്ളൂ. ആരും ആരെയും ഹെൽപ്പ് ചെയ്യാനൊന്നും പോണില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നതിന് ആരും ഹെൽപ്പ് ചെയ്യില്ല. ഇപ്പൊ എന്റെ ഈ പ്രശ്നം, ഞാനീ ഇപ്പൊ പറഞ്ഞ റിജക്ഷനും കാര്യങ്ങളും കേൾക്കുമ്പോ അയ്യോ ഇത്രയും വലിയ പ്രശ്നമുള്ള ആളായിരുന്ന നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കണം. ചിരിക്കാണ്ട് ഇപ്പൊ വേറെ വഴിയില്ല. പ്രശ്നം വന്ന് അത് കഴിഞ്ഞ് അതിപ്പോ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ വിഷമിച്ചായിരുന്നു കുറെ, ഇപ്പൊ വിഷമിച്ചപ്പോ ആരും ഉണ്ടായിട്ടില്ല. വിഷമിച്ചപ്പോ ആകെ എന്റെ ഈ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കൂടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. കുഴപ്പമില്ല, എന്തേലും ചെയ്യാന്ന് പറഞ്ഞു.
ആരും ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ്, ഞാൻ അതുകൊണ്ട് ആരും നോക്കാറില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുന്നതിൽ കുറെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് ഉറപ്പാ എന്താണ്, എന്തിനിപ്പോ അവള് ആ വീഡിയോ ഇടുന്നത്, എന്താ ആവശ്യമിരിക്കുന്നത്, അവള് ഓവറാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ ഓവറാണ്, ഞാൻ ഓവറാണ്. അതിന് എനിക്ക് പ്രശ്നമില്ല. അതില് എനിക്ക് മനസ്സിൽ തോന്നണം ഞാൻ എന്തായാലും പറയും. പക്ഷെ അത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയൂല കേട്ടോ. ഞാൻ സന്തോഷത്തോടെ പറയുള്ളൂ. അപ്പൊ കുറെ പേര് പറയും, ഓ നീ ഇതൊക്കെ പറഞ്ഞ് നാട്ടുകാർ മുന്നിൽ ഇങ്ങനെ ആക്കണല്ലേ, അവര് മൈൻഡ് മാറണല്ലേ. എന്തിനു മൈൻഡ് മാറണ്, എന്തിനു മൈൻഡ് മാറണ? ഒരു മൈൻഡ് മാറേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് നടക്കണ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ കലാപത്തിന്റെ ആ വീഡിയോ ആണ് വൈറലായത്. ഇവിടെ ഇവിടെ കലാപമാണ് ഗൈസ് എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ ആണ് വൈറലായത്. സത്യം പറയാല, നേരത്തേക്ക് UK കൂടി നടക്കുമ്പോ ആകെ ഫോൺ പോവോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ മൂക്കിന് ഇടി കൊള്ളോന്ന് കൂടി നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ കലാപമാണ് ഗൈസ്. എനിക്കറിയാം മഴ. അവിടെ നാട്ടില് രക്ഷപ്പെടാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലാന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെയും കുറെ നാൾ തെണ്ടി നടന്ന് അവസാനം ഒരു ജോലി കിട്ടി എങ്ങനെയും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അപ്പൊ ദേ കിടക്കണ അടുത്ത പരിപാടി കലാപം. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. എന്താണ് ഗോയ്സ് ഇങ്ങനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ വീഡിയോ ഇട്ടിട്ട് എന്നെ അറിയണ ഒരു അങ്കിള് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഇവിടെ 15 വർഷമായിട്ടുള്ള ആൾക്കാരാണ്, നീ ഞങ്ങളുടെ വില കളയും. ഈ വീഡിയോ മിക്ക ആ അങ്കിള് കാണും ഉറപ്പാ. എന്താണ് മറ്റേ മറുനാടൻ മലയാളി എടുത്ത് എന്തോ ചെയ്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പുള്ളി നിന്നെ പറ്റി പറഞ്ഞു കേട്ടില്ലേ. ആ ഞാൻ ഈ പുള്ളിനോട് വെച്ച് എന്തോരം പേര് ആ വീഡിയോ ചെയ്തേക്കണെന്ന് അറിയോ? ഞാൻ മാത്രല്ല ചെയ്തേക്കണത്, ആ കലാപത്തിനെ പറ്റി വീഡിയോ ചെയ്യണ കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രശ്നമെന്ന് പറഞ്ഞിട്ട്. ഞാനതൊരു തമാശക്ക് വെറുതെ ഓഫീസിൽ പോയ വഴിക്ക് ചെയ്തതാ. പിന്നെ ഞാൻ നടക്കണ വഴി കൂടി ഒരു പ്രശ്നവും നടന്നിട്ടില്ല അന്ന്. ഞങ്ങളുടെ ഇവിടെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് ലൈക്ക് എല്ലാരും ഇതിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിന് ഈ പുള്ളി എന്നോട് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയാ, 15 വർഷമായിട്ട് ഞങ്ങൾ മലയാളികൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണേണ്, എന്നിട്ട് നീ ഞങ്ങളുടെ വില കളയാൻ വേണ്ടി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മറ്റേതാക്കി മറിച്ച. ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്റെ പൊന്നങ്ങളെ എന്തോരം പേര് വീഡിയോ ചെയ്തേക്കണ്. അപ്പൊ ഈ പുള്ളി പറയും മറുനാടൻ മലയാളി നിന്നെ പറ്റി പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞോട്ടെ, അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് എനിക്കൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് പറയാൻ തോന്നി പുള്ളി പറഞ്ഞു, എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു. എന്താ ആ അങ്കിളിൽ ഞാൻ കുറെ വീഡിയോ, വേറെ ആൾക്കാരുടെ വീഡിയോ അയച്ചു. അല്ല, സോഷ്യൽ മീഡിയ കണ്ടന്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പോയി, പിന്നെ അത് ആളുകളെടുത്ത് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും വേറെ രീതിയിൽ ഇതാക്കുന്നതിനും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്നിട്ട് എന്നോട് പറയാം മര്യാദക്ക് നീ ഡിലീറ്റ് ചെയ്തോളണോന്ന്. അപ്പൊ മറ്റ് ഉള്ളവരിട്ടത് പോവോ? അല്ല, ഞാനപ്പ ഈ അങ്കിളിനോട് പറഞ്ഞ ഞാൻ ഇട്ട് ഡിലീറ്റ് ചെയ്യാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അങ്കിളിന് വേണമെങ്കിൽ അൺഫോളോ ചെയ്യാം, അങ്കിളിന് ബ്ലോക്ക് ചെയ്യാം, അൺഫോളോ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ പോവാൻ പോണില്ല, ഞാൻ അത് കളയൂല, അത്ര ഉള്ളു അങ്കിളെ പറഞ്ഞു. ഞാൻ ബാക്കിയുള്ളവർ വീഡിയോ അയച്ചു കൊടുത്തിടുന്ന അങ്കിൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണും, ഇവിടെ നടന്ന പ്രശ്നങ്ങളെ പറ്റി അവരും പറയണത്. അത് തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളു. പിന്നെ മറ്റേ പുള്ളി അതെടുത്ത് വീഡിയോ ആക്കിയത് അതെന്റെ പ്രശ്നമല്ല. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇപ്പൊ അതിന്റെ താഴത്ത് തന്നെ ഓരോ കമന്റ് വന്ന് നെഗറ്റീവ് വന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കും പോസിറ്റീവ് കമന്റ് ഇട്ടവർക്കും എന്റെ നന്ദിയാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വേണമല്ല, ഒരു സാധനത്തിന് നെഗറ്റീവും പോസിറ്റീവും വേണ്ടേ? അതുകൊണ്ട് അല്ല, അവരാണല്ലോ ഓഡിയൻസിന് ഉണ്ടാക്കി തരുന്നത്. അതെ, നെഗറ്റീവാണ് നമ്മളെ എല്ലാരും ഇപ്പൊ പുകഴ്ത്തിയിട്ട് പുണ്യാളാന്ന് പറഞ്ഞോണ്ടിരുന്ന പിന്നെ ഇത് അതെ അല്ല എന്നെ രൂപക്കൂട്ടിലുണ്ട് വരും. നമ്മളങ്ങനെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ലൈഫ് ഇവിടം വരെ എത്തി. അപ്പൊ ഞാൻ എല്ലാവർക്കും ഇപ്പൊ പേഴ്സണൽ ആയിട്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാനും എല്ലാരെയും ആഹ്വാനം ചെയ്യാനും ഒരു സാധ്യമായ കാര്യമല്ല. അപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ ചോദിക്കുക, വരാനിരിക്കുന്ന കുട്ടികളോട് ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ UK വരുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നവരോട് എന്തെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം ശ്രദ്ധിച്ചു വരണം, ഇവിടെ വന്ന എന്താണ് റിയാലിറ്റി? അങ്ങനിപ്പ ലൈക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ സ്ട്രഗിൾ ഉണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാൻ നല്ല പാടാണ്. ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് കിട്ടാൻ. പിന്നെ ഈ പാർട്ട് ടൈം ജോബ് 20 മണിക്കൂർ മാത്രം ചെയ്ത് നാട്ടിലെ ലോൺ അടയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നേരത്തെ വന്ന പിള്ളേര് അങ്ങനെയല്ല, എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവരെന്തെങ്കിലും ലോൺ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ടുള്ളൂ. അത് ആരും സമ്മതിച്ചു തരൂലെങ്കിലും അത് അങ്ങനെയാണ്. ഞാനത് സമ്മതിച്ചേന്. എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രം ഇവിടെ കഷ്ടപ്പാടിന് ഇതുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡിപ്പെൻഡന്റ് നടക്കൂല എന്ന് തോന്നുന്നു, അത് മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വന്നെയാണെങ്കിൽ അങ്ങനെ അവർക്ക് ഹെൽപ്പ് ഉം. ചെയ്യാം. പിന്നെ ബാക്കപ്പ് ഇല്ലാണ്ട് ഉം. വന്നവര് നല്ലോണം സ്ട്രഗിൾ ചെയ്യും. ബാക്കപ്പ് ഉള്ളവര് സ്ട്രഗിൾ ചെയ്യൽ കുറവായിരിക്കും. ഉം. രണ്ട് തരം ആൾക്കാരുണ്ട്. ബാക്കപ്പ് ഉള്ളവര് ഇല്ലാത്തവര്. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം പറയാം. ഇപ്പൊ നിങ്ങൾ ബാക്കപ്പ് ഇല്ലാണ്ട് ഒരു ലോൺ എടുത്ത് വരണയാണെങ്കിൽ വന്നോ, പക്ഷെ അത് നല്ലോണം അന്വേഷിച്ച് നല്ല സ്ഥലത്ത് വന്നിറങ്ങണം. അല്ലാണ്ട് ഇവിടെ കാട്ടുമുക്കിൽ വരെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ വന്നിറങ്ങിയിട്ട് അവസാനം കഷ്ടപ്പെടരുത്, അത്രേ ഞാൻ പറഞ്ഞോളൂ. കഷ്ടപ്പെട്ട് വിഷമിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പാടാ. രക്ഷപ്പെടുത്താനായിട്ട് കുറച്ച് നല്ലവരെന്ന് പറയാൻ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അവരെ കണ്ടുപിടിക്കാൻ അതിനേലും വലിയ പാടാ. അപ്പൊ ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തത്. എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കാത്ത കാര്യമാണ്. ഉം. അപ്പൊ അന്വേഷിച്ചിട്ട് മാത്രം വരാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത്. സ്വന്തമായിട്ട് എന്ത് തോന്നുന്നോ, സ്വന്തമായിട്ട് എന്ത് കാണുന്നോ അത് ചെയ്യാം. അല്ലാതെ മറ്റുള്ളവർ ചോദിച്ചിട്ട് അതാണ് ഇതാണ് ആരും സത്യസന്ധമായിട്ട് കാര്യം പറയാൻ പോണില്ല ഒരിക്കലും. ഉം. അതുകൊണ്ട് അന്വേഷിച്ച് നല്ല ജോലി കിട്ടുന്ന സ്ഥലമാണോ, ഉം. എന്തെങ്കിലുമൊക്കെ ലൈക്ക് പഠിച്ചാല് ആ പഠിക്കണ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ജോലി ഭാവിയിൽ കിട്ടോ, അതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം വരാം. അല്ലാതെ വെറുതെ ചാടിത്തുള്ളി UK പോണ് അല്ലെ കാനഡയിൽ പോണ് മറ്റേടത്ത് പോണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല മക്കളെ. നല്ല കഷ്ടപ്പാടാണ്. പിന്നെ സ്വന്തമായിട്ട് ഭക്ഷണം വെക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണോട്ട് വരാൻ. സ്വന്തമായിട്ട് ഭക്ഷണം വെക്കണം 3 നേരം കഴിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ. വീട്ടില് ഇങ്ങനെ ഇരുന്നിട്ട് മമ്മി ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭക്ഷണം കിട്ടില്ലേ. ഒക്കെ വെറുതെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ ചിലവരുടെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് ആയിട്ട് വന്നവരുണ്ടാവും. അപ്പൊ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ചീത്ത ഫ്രണ്ട്സ് ഉണ്ട്. നമ്മള് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ഫ്രണ്ട് എങ്ങനെയാണെന്ന്. അതുവരെ നമ്മൾ രണ്ടുപേരും 2 വീട്ടിലാ. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ആ കാണുന്ന സമയത്ത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാൾ എന്താണെന്ന്. അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പോന്നോ, ഹാപ്പി ആയിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എല്ലാരും രക്ഷപ്പെടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴെങ്കിലൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ രക്ഷപ്പെടാനാണ് വരണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാ, രക്ഷപ്പെട്ടിട്ട് പോവാ. അതിന് എന്താണെങ്കിലും ചെയ്യും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. വരുന്നത് എന്തിനാന്നുള്ള നല്ല ബോധം വരിക. ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്, ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്, ഈ പഠിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ. പിന്നെ UK എന്ന് വെച്ചാൽ UK എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമല്ല. നിങ്ങൾ ഈ പോകുന്ന സ്ഥലം എങ്ങോട്ടാണ്, ആ സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടും, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം നല്ലതാണോ, അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടും, അവിടെ മനുഷ്യരുണ്ടോ, മലയാളികളുണ്ടോ, കടകളുണ്ടോ, പിന്നെ എടുത്ത ലോണ് എത്ര വർഷം കൊണ്ടാണ് തിരിച്ചടവ് തുടങ്ങേണ്ടി വരിക, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയും കാലത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ. ഇത്തരം പിന്നെ പോയ ഏത് സ്ഥലത്ത് പോയാലും ആദ്യത്തെ 2-3 കൊല്ലം നല്ലതായിട്ട് കഷ്ടപ്പെടണം. 3 അല്ല 5 എന്നാ ഞാൻ പറയാ. 5 കൊല്ലം നല്ലതായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ 5 കൊല്ലം വളരെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിൽക്കാൻ തയ്യാറുള്ളവർ മാത്രം വിദേശത്ത് പോവുക. അവസ്ഥയൊക്കെ വളരെ മാറിക്കഴിഞ്ഞു, പഴയ അവസ്ഥയൊന്നല്ല. പണ്ട് പോയവരൊന്നും പക്ഷെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഇല്ലില്ല, തോന്നുന്നത് കേട്ടോ. ഇല്ലില്ല. ഇല്ലേ, കുറച്ചും കൂടിയൊക്കെ തൊഴിൽ സാധ്യതകളും. ആൾക്കാര് കുറവായിരുന്നു, അതാണ് ആ, സംഭവം. അതെ അതെ. ഇൻടേക്കിൽ വന്ന പിള്ളേര് കുറവായിരുന്നു. അപ്പൊ പക്ഷെ വാടക ഇപ്പൊ അടക്കം എല്ലാം കുറച്ച് കുറവായിരുന്നിരിക്കണം. ഇപ്പൊ വാടക തന്നെയുണ്ട്. ഉം. 500 പൗണ്ട്. ഞങ്ങളുടെ ലെസ്റ്ററിൽ ഞാൻ നിന്നിരുന്നത് 275 പൗണ്ട്, അതായത് ഒരു 27,000 ഉണ്ടായിരുന്നുള്ളൂ ഒരു റൂമിന്. ഉം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാം സിറ്റുവേഷൻ വളരെ ഇങ്ങനെ മാറി, ഉം. എൻറ്റയർലി മാറി. പക്ഷെ അത് ആരും പിന്നെ മനസ്സിലാക്കുന്നില്ല. ശരിക്കും ആവശ്യമില്ലാതായി മറ്റു രാജ്യക്കാർക്ക് നമ്മളെ. ശരി, ഇപ്പൊ അതെ പണ്ട് അവർക്ക് അതെ. ഭയങ്കര അത്യാവശ്യമായിരുന്നു, ഇപ്പൊ അങ്ങനെ ആ അത്യാവശ്യമൊന്നുമില്ല നമ്മളുടെ അത്ര ആവശ്യത്തിന്. അത്യാവശ്യം. പിന്നെ ഇവിടെ വന്ന് അവർക്ക് പൈസ കിട്ടാം, അതിന് ഇവര് യൂണിവേഴ്സിറ്റിയിൽ വരുത്തും. ഉം. എന്നിട്ട് അസൈൻമെന്റ് ശരിയാവണില്ല, അത് ശരിയാവണില്ല, ഡീപ്പോർട്ട് ചെയ്യും. ഉം. നമ്മുടെ പൈസയാണ് പോണത്. അപ്പൊ ആലോചിച്ചിട്ട് മാത്രം വരാം. ഇപ്പൊ UK ഒരു ഓപ്ഷൻ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ UK നല്ല നല്ലൊരു ഓപ്ഷൻ ഓപ്ഷൻ അല്ല. തോന്നണില്ല. വേറെ കുറെ അതെ അതെ രാജ്യങ്ങൾ അതെ ഇപ്പൊ അതെ, നല്ല നമ്മളെ ഓപ്ഷൻ അല്ല. വിളിക്കണ കുറെ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ട്. ജപ്പാനൊക്കെ നല്ലോണം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, ഓസ്ട്രേലിയ ഉം. അങ്ങനെ ഉം. കിട്ടുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഉം. അങ്ങാട് നോക്കാം. ഉം. എപ്പോഴും എല്ലാവരും UK വനൊന്നുമല്ല. കാശുണ്ടായി നമുക്ക് എവിടെ അല്ല, വേണമെങ്കിലും പോവാം. UKയുടെ ഒരു നല്ല സുവർണ്ണ കാലഘട്ടം കഴിഞ്ഞു ശരിക്കും. കഴിഞ്ഞു. വന്നവര് ഇനിയിപ്പൊ നമ്മള് സുഖമായി. എവിടെങ്കിലൊക്കെ പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഇനി UK കറങ്ങാൻ വരാം. ഓക്കെ, അതെ. അതാണ് നല്ലത്. അപ്പൊ നന്നായിരിക്കട്ടെ. കാനഡയിലേക്ക് ഞാൻ വിളിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. UKയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഭേദമായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവിടെ വന്ന് നല്ല കരിയർ ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു.